ഇതിന്റെ ഒക്കെ അഡ്മിൻ കണ്ടുപിടിച്ച് തേടി നിങ്ങളെ ജില്ലയിൽ ഒഴിക്കലേക്കാണ് എത്തിയത്. നമസ്കാരം. മലബാറിൽ അതിവേഗം പ്രചരിക്കുന്ന വ്യായാമ രീതിയായ MEG7 ചൊല്ലി വിവാദമുയർന്നിരിക്കുന്നു. 21 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന 7 വ്യായാമ മുറകൾ ചേരുന്നതാണ് മൾട്ടി എക്സസൈസ് കോമ്പിനേഷൻ അഥവാ MEG7. മലപ്പുറം ജില്ലയിലെ തുറക്കലിലുള്ള അതിർത്തി രക്ഷാസേനയിൽ ഉദ്യോഗസ്ഥനായിരുന്ന സ്വലാഹുദ്ദീനാണ് സ്ഥാപകൻ. 12 വർഷം മുൻപ് തുടങ്ങിയ ഈ വ്യായാമ രീതി ഇപ്പോൾ വടക്കൻ കേരളത്തിൽ വ്യാപകമാണ്. സംസ്ഥാനത്താകെ 1000-ഓളം യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നു. MEG7 പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയാണെന്നും സുന്നി വിശ്വാസികൾ ഇതിൽ പെട്ടുപോകരുതെന്നുമാണ് AP സമസ്ത വിഭാഗത്തിന്റെ മുന്നറിയിപ്പ്. മതസംഘടനകൾക്ക് പുറമെ CPMും MEG7-നെതിരെ രംഗത്തു വന്നു. പിന്നിൽ പോപ്പുലർ ഫ്രണ്ടാണെന്ന് പാർട്ടിയുടെ സമ്മേളന വേദികളിൽ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P. മോഹനൻ ആരോപിച്ചു. കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണമെന്ന് ഹിന്ദു ഐക്യവേദിയും ആവശ്യപ്പെടുന്നു. എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും MEG7-ൽ പങ്കെടുക്കുന്നുണ്ടെന്നും പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയോ പോപ്പുലർ ഫ്രണ്ടോ അല്ലെന്നുമാണ് MEG7 അധികൃതരുടെ വിശദീകരണം. വ്യായാമം എന്തുകൊണ്ടും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണെന്നിരിക്കെ വ്യായാമ കൂട്ടായ്മയ്ക്കെതിരെ ആരോപണങ്ങൾ ഉയരുന്നത് എന്തുകൊണ്ടാണ്? MEG7 പിന്നിൽ ആരൊക്കെ? MEG7-ൽ ദുരൂഹതയുണ്ടോ? പരിശോധിക്കാം. സ്വാഗതം. ഈ ചർച്ചയിൽ എനിക്കൊപ്പം ശ്രീ CK ഷാഹിർ യൂത്ത് ലീഗിനെ പ്രതിനിധീകരിച്ച്, K. ഷൈനു ഹിന്ദു ഐക്യവേദിയെ പ്രതിനിധീകരിച്ച്, MT മനാഫ് KNM മർക്കസുദവ പ്രതിനിധിയാണ് അദ്ദേഹം, ശ്രീ റെജി ലൂക്കോസ് ഇടത് സഹയാത്രികൻ എന്നിവരാണ് പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ റെജി ലൂക്കോസ്, 2012 തുടങ്ങിയതാണ് ഈ വ്യായാമമുറ. അത് വർഷങ്ങളായി ഇങ്ങനെ പ്രചരിച്ചാണ് ഇവിടെ വരെ എത്തിയിരിക്കുന്നത്. ഒരു റിട്ടയർഡ് സൈനിക ഉദ്യോഗസ്ഥനാണ് ഇതിന് പിന്നിൽ. പക്ഷേ മലബാറിലൊക്കെ വളരെ വ്യാപകമായിരുന്നിട്ടും സംസ്ഥാനത്താകെ ഏതാണ്ട് 1000-ഓളം യൂണിറ്റുകൾ ഉണ്ടായിരുന്നിട്ടും ഇതിങ്ങനെ കേരളം വ്യാപകമായി നല്ല രീതിയിൽ അറിയുന്നത് P. മോഹനന്റെ സമ്മേളന വേദിയിലെ പ്രസ്താവനയോടുകൂടിയാണ്. അത് വാർത്തയായതോടുകൂടിയാണ്. വലിയ ആശങ്ക അദ്ദേഹം പങ്കുവെക്കുന്നു. ഇതിന് പിന്നിൽ മതരാഷ്ട്രവാദികളാണ് എന്ന് പറയുന്നു. CPMന് എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ചുള്ള ആശങ്കകൾ? അല്ല, CPMന് മാത്രമല്ല, നിരോധിക്കപ്പെട്ട ഒരു സംഘടനയുടെ പ്രവർത്തകരായ അറിയപ്പെടുന്ന പ്രവർത്തകര് അവര് ഫോം ചെയ്ത ഇതിൽ സലാഹുദ്ദീൻ എന്ന് പറഞ്ഞ വ്യക്തി കൊണ്ടോട്ടിക്ക് സമീപം നേരത്തെ ഇവിടെ പറഞ്ഞ 2012 തുടക്കം കുറിച്ചത്. 10 വർഷം ഇത് ഒരൊറ്റ സെന്ററിൽ മാത്രം പ്രവർത്തിച്ചു. പൊടുന്നനെ 2 വർഷക്കാലമായിട്ട് 1000-ഓളം ശാഖകൾ ഈ മിഡിൽ ഈസ്റ്റിലും ക്രൂഡ പോലുള്ള സ്ഥലങ്ങളിലും ഇതിന്റെ ബ്രാഞ്ചിൽ തുടക്കം കുറിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും അത് ഈ പറയുന്ന മോഹൻമാഷ് ആരോപിച്ച പോലെ വാട്സപ്പ് അഡ്മിനിലായി പ്രവർത്തിക്കുന്ന 2 പേർ മുൻ അല്ലെങ്കിൽ നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ടിന്റെ ഭാരവാഹികളാണ് എന്നുള്ളത് അത്ര നിസ്സാരമായി കാണാൻ പറ്റത്തില്ല. അപ്പൊ അതിന്റെ പേരിൽ ഒരു സംശയപരമായ രീതിയിൽ അതിനെ വീക്ഷിച്ചപ്പോൾ അതിൽ ചില വസ്തുതകളൊന്ന് മനസ്സിലാക്കി മോഹൻമാഷ് ബഹുമാനപ്പെട്ട പാർട്ടിയുടെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ഇതിനെക്കുറിച്ച് ആരോപണം ഉന്നയിച്ചപ്പോൾ അത് അന്വേഷണത്തിന്റെ എന്താ പറയാ, അന്വേഷണത്തിലേക്ക് തന്നെ ആ പ്രസ്ഥാനം നീങ്ങേണ്ടതാണെന്നുള്ള കാര്യം യാതൊരു തർക്കമില്ല. ഈ അന്വേഷണത്തിന്റെ അവർ തെറ്റുകാരല്ല, അവരുടെ ആശയങ്ങളെല്ലാം ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി മാത്രമുള്ള ഒരു കൂട്ടായ്മയാണെന്നുണ്ടെങ്കിൽ ആർക്കും പരാതിയില്ല. പക്ഷെ ഇത് ഈ സംശയങ്ങൾ നിലനിൽക്കുമ്പോൾ കൂടാണ്ട് തന്നെ AP അബൂബക്കർ മുസ്ലിയാരുടെ വിഭാഗത്തിൽപ്പെട്ട യുവജന സംഘടനകളും ഇന്നിപ്പോ അതിന്റെ പല നേതാക്കന്മാരും ഇതിനെക്കുറിച്ച് വളരെ ഗൗരവമായ രീതിയിൽ കാണുന്നു. ഇതിനകത്തോട്ട് പോരുന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയോടുകൂടി പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധിക്കപ്പെട്ട ആ സംഘടനയുടെ ഒക്കെ ആളുകൾ ചേർന്നുള്ള മധുരം പൊതിഞ്ഞു കൊടുക്കുന്ന രീതിയിലുള്ള അപകടകരമായിട്ടുള്ള ഒരു കൂട്ടായ്മയായിട്ട് ഇത് വളരാൻ സാധ്യതയുണ്ടെന്നുള്ള രീതിയിലുള്ള പ്രഖ്യാപനങ്ങളും സൂചനകളും തീർച്ചയായിട്ടും അത് അന്വേഷണത്തിന്റെ വിധേയമായിട്ട് തന്നെ ഒരു തർക്കമില്ല കാര്യത്തിൽ. അതിന്റെ ഉദ്ദേശവും ശരിയാണെന്നുണ്ടെങ്കിൽ അന്വേഷണത്തിൽ തെളിയട്ടെ. നമ്മളിങ്ങനത്തെ പല കൂട്ടായ്മകളും അങ്ങനെ ഒരു അസാധാരണ വളർച്ച 2022 ശേഷം ഉണ്ടായിട്ടുണ്ട് എന്ന ഒരു സംശയത്തിൽ മാത്രം ആണോ CPMന്റെ ജില്ലാ സെക്രട്ടറി സമ്മേളന വേദികളിൽ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തുക? അതിനപ്പുറം എന്തെങ്കിലും തെളിവുകളോ സൂചനകളോ ഉണ്ടോ? CPMന്റെ ജില്ലാ സെക്രട്ടറി വെറും സംശയം വെച്ചുകൊണ്ട് ആരോപണം ഉന്നയിക്കാന്നുള്ളത് എന്നേക്കാൾ ലളിതമായിരിക്കുമല്ലോ. CPMന്റെ ജില്ലാ സെക്രട്ടറി പ്രത്യേകിച്ച് ഭരണപ്രതിനായ മോഹൻ മാസ്റ്ററാണ് ഇതിനെക്കുറിച്ചുള്ള സംശയം, ഇതിന്റെ ലക്ഷ്യം തെറ്റാണെന്നും ഇത് അന്വേഷണാത്മകമായ രീതിയിൽ തന്നെ അതിനെ നിരീക്ഷിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
തീർച്ചയായിട്ടും അതിൽ സംശയിക്കേണ്ട ബലമായ തെളിവുകൾ ഉണ്ടെന്നുള്ള കാര്യം സ്പഷ്ടമാണ്. അതുകൊണ്ടാണല്ലോ ഇപ്പൊ ചില മാധ്യമങ്ങളിലൂടെ പ്രഭാത പരിപാടിക്കായി കോഴിക്കോട് വന്ന പലരുമായിട്ട് സംസാരിച്ചപ്പോൾ അവർ ചൂണ്ടിക്കാണിക്കുന്നത് ഇതിനകത്ത് ലോക്കൽ കമ്മിറ്റി അംഗങ്ങളുണ്ട് പാർട്ടിയുടെ, അതുപോലെ തന്നെ കോൺഗ്രസിന്റെ മെമ്പർമാരുണ്ടെന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെയൊക്കെയാണ് പല അവരൊക്കെ കൂട്ടായ്മയിൽ ഈ എന്താ പറയാ ഈ എക്സസൈസ് കൂട്ടായ്മയിൽ ആദ്യം ഈ ഉദ്ദേശത്തെ അറിയാതെയുള്ള നിരപരാധികളും നിഷ്കളങ്കരും ഇതിനെ സംശയിക്കാത്തവരും ഒത്തിരി പേര് വരും. കാരണം ഇതൊരു വ്യായാമ മുറയാണ്. 21 ഐറ്റംസ് ഉള്ള 21 മിനിറ്റുകൾ കൊണ്ട് തീരുന്ന ഒരു വ്യായാമ മുറയാണ്. അത് സ്വാഭാവികമായിട്ട് പരസ്യമായിട്ട് നടത്തുമ്പോൾ ആർക്കും അതിനകത്ത് ജോയിൻ ചെയ്യാം. അപ്പൊ അതുകൊണ്ട് അവരാരും സംശയിക്കത്തില്ല. പക്ഷേ ആശയങ്ങൾ കുത്തിവെക്കുക എന്നുള്ളതാണ് ഏത് തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെയും ആദ്യഘട്ടം എന്ന് പറയുന്നത്. അതിലൂടെ അവർക്ക് കൂട്ടായ്മ ഉണ്ടായി അതിനെ പിന്നീട് മറ്റൊരു രീതിയിലേക്ക് കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മുൻകരുതലായിട്ടാണ് ബഹുമാനപ്പെട്ട മോഹനമാഷ് ആ കാര്യത്തെ കുറിച്ച് പറഞ്ഞത്. എന്തുകൊണ്ടാണ് അത് അന്വേഷിക്കുന്നത്? ശ്രീ റെജി ലൂക്കോസ്, നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ വ്യായാമം എത്രമാത്രം പ്രധാനപ്പെട്ടതാണ് എന്ന് നമുക്കറിയാം. അതിന് കൂട്ടായ്മകളുണ്ട്. സർക്കാരിന്റെ നേതൃത്വത്തിലൊക്കെ തന്നെ ഓപ്പൺ ജിമ്മും ഒക്കെ തുറന്നുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ആ രീതിയിലുള്ള സംവിധാനങ്ങൾ തദ്ദേശ സ്ഥാപനങ്ങളൊക്കെ മുൻകൈ എടുത്തുകൊണ്ടൊക്കെ ഓപ്പൺ ജിം തുടങ്ങുകയും ആളുകളെ വ്യായാമത്തിലേക്ക് അടുപ്പിക്കാൻ ശ്രമം നടക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ അത് വളരെ സക്സസ്ഫുള്ളായി ചെയ്യുന്ന ഒരു കൂട്ടായ്മയാണ് ഇത്. അപ്പോൾ ആ കൂട്ടായ്മയ്ക്കെതിരെ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അത് വസ്തുതകളുടെ അടിസ്ഥാനത്തിലായിരിക്കണ്ടേ? അത് പറയുന്ന ആരോപണം ശരിയാണെങ്കിൽ അത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം ശരിയാണ് എന്ന് സംശയം ഇല്ലാതെ ബോധ്യമുണ്ട് എങ്കിൽ, ഇവിടെ ഇടതുപക്ഷമാണല്ലോ ഭരിക്കുന്നത്, അന്വേഷണ ഏജൻസികളുണ്ടല്ലോ, അന്വേഷിക്കാമല്ലോ, അങ്ങനെ കൃത്യതയുള്ള ഒരു നിഗമനത്തിലെത്താമല്ലോ, അതിനുശേഷം നടപടി വേണമെങ്കിൽ അങ്ങനെ ആകാമല്ലോ. അല്ല, തീർച്ചയായിട്ടും രേണുക, നമുക്ക് വളരെ വ്യക്തമായ ഒരു ചിത്രം കേരളത്തിലുണ്ട്. കേരളത്തിൽ നിന്നല്ല, ദേശീയ തലത്തിൽ തന്നെ, പ്രത്യേകിച്ച് കേരളത്തില് പ്രഭാതത്തിലുള്ള വ്യായാമങ്ങൾ, അതിന്റെ കൂട്ടായ്മകൾ ഇന്ന് കേരളത്തിന്റെ ആരോഗ്യ പരിപാലനത്തെ കുറിച്ച് വലിയൊരു അവയർനെസ് മാധ്യമങ്ങളും സർക്കാരുകളൊക്കെ നൽകുന്നുണ്ട്. ആരോഗ്യത്തിന്റെ പ്രാധാന്യങ്ങൾ, പ്രത്യേകിച്ച് ഒരു 50 വയസ്സിന് മുകളിലുള്ളവരുടെ ഈ ശൈലി രോഗങ്ങളിൽ നിന്നൊക്കെ മുക്തമാകാണ്ട് നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ പോലും ഇന്ന് വ്യായാമ മുറകള്, മോർണിംഗ് വാക്കുകളൊക്കെ പതിവായി. ജനങ്ങൾ അതിന് അപവാദം ഉണ്ടാവും. അപ്പൊ അതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു ഓർഗനൈസേഷണൽ കുടക്കീഴിൽ കൊണ്ടുവന്ന് അതിനെ പ്രത്യേക യൂണിഫോം ഇട്ട് അതിലൂടെ അതിന്റെ അവസാനം 21 മിനിറ്റ് ശേഷം അവർ പിരിയുന്നതിന് മുമ്പായിട്ട് നിശ്ചയമായിട്ട് പോപ്പുലർ ഫ്രണ്ടിന്റെ ഒരു മുദ്രാവാക്യം പണ്ട് നമ്മൾ കേട്ടിട്ടുള്ളതിന്റെ അവസാന ഭാഗങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്. അതൊക്കെ വളരെ വ്യക്തമായ കാര്യങ്ങളാണ്. പിന്നെ അന്വേഷണം, ഞാൻ പറയട്ടെ, അതുകൊണ്ടാണല്ലോ ഈ അന്വേഷണങ്ങൾ നടക്കുന്നതുകൊണ്ടും നിരീക്ഷിക്കുന്നതുകൊണ്ടാണല്ലോ ഇതുപോലത്തെ സംശയങ്ങൾ പുറത്തേക്ക് വരുന്നത്. എന്റേതല്ല, നിങ്ങൾ മാധ്യമങ്ങളെ പുറത്തുവിട്ടനുസരിച്ചാണെന്നുണ്ടെങ്കിൽ ദേശീയ അന്വേഷണ ഏജൻസികൾ അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നു. സംസ്ഥാനത്തിന്റെ വിജിലൻസും ഇന്റലിജൻസും ഒക്കെ ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. കാരണം സ്വാഭാവികമാണ്, പൊടുന്നതിനെ ഇങ്ങനെ ഒരു കൂട്ടായ്മ വന്നു കഴിഞ്ഞാൽ അത് സംശയത്തിന് നേരില്ല. കാരണം ഇത് ജനാധിപത്യ രാജ്യമല്ലേ. ഇവിടെ ഏതെല്ലാം ഓർഗനൈസേഷനുകൾ രാജ്യവിരുദ്ധ പ്രവർത്തനം ചെയ്യുന്നു. ഈ ഗവൺമെന്റിന്റെ എത്ര എണ്ണത്തിനെ പിടിച്ച് അകത്തിട്ടുണ്ട്, എത്ര പേരെ വെടിവെച്ച് വന്നിട്ടുണ്ട്. ദേശത്തിന് വിരുദ്ധമായിട്ടുള്ള ആശയങ്ങൾ പൊതിഞ്ഞ് ആര് നൽകുന്ന സംശയം ഉണ്ടായാലും അതിനെ സംശയത്തിന്റെ നിഴലിൽ നിർത്താതെ അന്വേഷിക്കണം. അക്കാര്യത്തിൽ ഒരു തർക്കമില്ല. ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് അത്ര അന്വേഷണം നടക്കും. അത് എന്തെങ്കിലും ദുരുദ്ദേശം അങ്ങനെ എന്തെങ്കിലും അന്വേഷണം നടക്കുന്നതായി താങ്കൾക്ക് അറിയാമോ ശ്രീ റെജി ലൂക്കോസ്? കേട്ടില്ല. അങ്ങനെ എന്തെങ്കിലും അന്വേഷണം നടക്കുന്നതായി വിവരം താങ്കൾക്ക് അറിയാമോ? അല്ല, ഇന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ദേശീയ അന്വേഷണ ഏജൻസികൾ ദേശീയ അന്വേഷണ ഏജൻസികൾ അന്വേഷിക്കുന്നതായുള്ള സൂചന ഞാനും കണ്ടു. സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അത്തരം ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണം നടക്കുന്നുള്ളതായി വിവരമുണ്ടോ? നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, രഹസ്യാന്വേഷണ ഏജൻസികൾ അന്വേഷിക്കുന്ന വിവരം ഒരു കാരണവശാലും പുറത്തു കൊടുത്തില്ല. അതാണ്, അല്ലെങ്കിൽ പിന്നെ അവർ രഹസ്യാന്വേഷണം എന്ന ഏജൻസികൾ പേരിടേണ്ട കാര്യമില്ലല്ലോ. അതൊക്കെ പലതും നടക്കും. ഇവിടെ മാവോയിസ്റ്റുകളെ എത്ര എണ്ണത്തിനെ പിടിച്ചിട്ടുണ്ട്, എത്ര പേരെ കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾ, സംസ്ഥാന സർക്കാർ പോലീസ് സംയുക്തമായിട്ട് അവരെ വേട്ടയാടിയിട്ടുണ്ട്. പൈതൽമല, കണ്ണൂര് 6 പേരെ പിടിച്ചത് എങ്ങനെയാ? അതൊക്കെ നേരത്തെ മുൻകൂട്ടി അറിയിച്ചുകൊണ്ട് ആരെയെങ്കിലും ഒരു രഹസ്യാന്വേഷണ ഏജൻസികൾ അന്വേഷിക്കുമോ? അതാണ് ചോദ്യത്തിന് പോലും പ്രസക്തി. രഹസ്യാന്വേഷണം ആണോ എന്ന് ഞാൻ ചോദിച്ചില്ലല്ലോ. ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടക്കുകയോ ഏതെങ്കിലും റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലോ അങ്ങനെ ആധികാരികമായ ഏതെങ്കിലും വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണോ മോഹൻ മാസ്റ്റർ നടത്തിയ പരാമർശം എന്നറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചു എന്നേ ഉള്ളൂ. റെജി ലൂക്കോസ്, വളരെ പരസ്യമായി ഒരു കാര്യം കൂടി, വളരെ പരസ്യമായി തുറസായ സ്ഥലങ്ങളിലാണ് ഇത് നടക്കുന്നത്. ഈ വ്യായാമ കൂട്ടായ്മകൾ ചേരുന്നതും അവിടെ ഈ എക്സസൈസ് മുറ അഭ്യസിക്കുന്നതും മാത്രവുമല്ല, ഒരു രാഷ്ട്രീയവും ഇല്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും എല്ലാ സംഘടനകളിലും പെട്ടവർ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് എന്ന് ഇതിൻ്റെ സംഘാടകർ പറയുകയും ചെയ്യുന്നു. അങ്ങനെ ഉൾപ്പെട്ടവരിൽ ആരെങ്കിലുമൊക്കെ ഈ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർ എന്നതാണോ? അതിനപ്പുറം
അവരാൽ നയിക്കപ്പെടുന്ന ഒരു സംഘടന എന്നതാണോ ആരോപണം? അങ്ങനെയല്ല. ഈ രാഷ്ട്രീയ കക്ഷികളിലും രാഷ്ട്രീയം ഇല്ലാത്തവരൊക്കെ ഇത്തരം വ്യായാമങ്ങളിൽ പരസ്യമായിട്ട് പോയി പങ്കെടുക്കുന്നത് ഇതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ കുറിച്ച് ചിന്തിക്കാതെ അവരവരുടെ ആരോഗ്യം സംരക്ഷിക്കാനായിട്ട് വേണ്ടിയിട്ടുള്ള ഒരു വേദിയായിട്ട് ഇതിനെ കാണുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇതിന്റെ ഉദ്ദേശം മറ്റൊരു രീതിയിലുള്ള ആശയം പടർത്തി ഈ പറയുന്നവരെല്ലാം കുടക്കീഴിലാക്കി വേറെ എന്തെങ്കിലും നിർദ്ദേശം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അന്വേഷിക്കണമെന്ന് പറയുന്നതിൽ എന്താ തെറ്റിരിക്കുന്നത്? ഇവിടെ എത്രയോ ആയിരക്കണക്കിന് കൂട്ടായ്മകളിൽ പ്രഭാതത്തിൽ, എത്രയോ ജിംനേഷ്യങ്ങളിൽ, എത്രയോ യോഗ സെന്ററുകളിൽ, എവിടെയെല്ലാം നമ്മുടെ ആരോഗ്യത്തിനെ കുറിച്ചുള്ള പ്രഭാഷണങ്ങൾ, ആരോഗ്യ പ്രാക്ടീസ് നടക്കുന്നതിൽ അവരെ ആരെങ്കിലും സംശയിക്കുന്നുണ്ടോ? അപ്പൊ ഇങ്ങനൊരു പ്രത്യേക യൂണിറ്റ് ഉണ്ടാക്കി വരുമ്പോൾ ഈ പങ്കെടുക്കുന്നവരെ കുറ്റപ്പെടുത്തരുത്. അവരാരും മനസ്സിലൊക്കെ പോലും കാണത്തില്ല. പക്ഷെ പല ആശയങ്ങളും ലോകത്തിൽ പടർത്തുന്നത് ഇത്തരം കൂട്ടായ്മയിലൂടെ ലാസ്റ്റ് അവസാനം അവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളിലേക്ക് അടുപ്പിക്കാനുള്ള ശ്രമം നടത്തും. അഡിക്റ്റഡ് ആയി കഴിഞ്ഞാൽ, ബ്രെയിൻ വാഷിന് അഡിക്റ്റഡ് ആയി കഴിഞ്ഞാൽ പിന്നെ മനുഷ്യൻ അതിനകത്ത് മാറത്തില്ല. അവര് വളരെ വ്യക്തമായ രീതിയിൽ താങ്കൾ അങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ അതുകൊണ്ടുകൂടാ അങ്ങനെ പറയുന്നതിൽ പോലും സംശയമുണ്ട്. അവരെ ആ രീതിയിൽ ട്രെയിൻ ചെയ്യുന്നതാണ് മനസ്സുകൊണ്ട്. അത്തരം ദുരുദ്ദേശ സംഘടനകൾ ഈ രാജ്യത്ത് എത്രയുണ്ട്, ലോകവ്യാപകമായിട്ടുണ്ടായിട്ടുണ്ട്. ഇപ്പൊ ജപ്പാനിൽ 1980 നടന്ന സംഘടന എന്താ? അവിടുത്തെ സയന്റിസ്റ്റുകള്, അക്കാഡമിഷ്യൻസ് ആയിട്ടുള്ളവരൊക്കെയാണ് ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വലിയൊരു സംഘത്തിന് ഇതുപോലെ നിർദ്ദേശമുള്ള ഒരാൾ ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് അവരൊക്കെ ഇതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്ത് ഒടുവിൽ സ്വർഗത്തിലേക്ക് പോകുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ട്രെയിനിന്റെ കമ്പാർട്ട്മെന്റ് ഉണ്ടാക്കിയാണ് 820 പേരെ ഒന്നിച്ച് ആത്മഹത്യ ചെയ്തു. ലോകം ഞെടുക്കിപ്പോയി. അവരിലും ഇതുപോലത്തെ ഞാൻ അവരെ കമ്പയർ ചെയ്യുന്നല്ല. അപ്പൊ അതുകൊണ്ട് സംശയം എവിടെ, ഏത് ഓർഗനൈസേഷനിൽ സംശയം ഉണ്ടെങ്കിലും അത് അന്വേഷിക്കണമെന്ന് പറയുന്നതിലും ഒരു തെറ്റുമില്ല. കാരണം നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയിൽ 1-ാം സ്ഥാനത്തുണ്ട്. അതുകൊണ്ട് CPM-ന്റെ ഒരു നേതാവ് അങ്ങനെ പറഞ്ഞെങ്കിൽ അദ്ദേഹത്തിന് അപ്രീഷിയേറ്റ് ചെയ്യുക. ഇത് ഗവൺമെന്റും ദേശീയ അന്വേഷണ ഏജൻസിയൊക്കെ അന്വേഷിച്ചിട്ട് ഇവർ തെറ്റുകാരല്ല. ഇവർക്ക് ഉദ്ദേശ ലക്ഷ്യങ്ങൾ വേറെ ഒന്നും ഇല്ലാതെ കണ്ടു കഴിഞ്ഞാൽ ആർക്കും ഒരു പ്രശ്നമില്ല. അവർ എൻജോയ് അല്ലെങ്കിൽ ഗോ ഒരു പ്രശ്നമില്ല. പക്ഷെ ഇവിടെ ഇത്രയേ ഉള്ളൂ, നമ്മുടെ നാട് ഇപ്പോൾ വർഗീയ ശക്തികളുടെയും കൂട്ടായ്മകളുടെയും അവിശ്വസനീയമായ രീതിയിലുള്ള വർഗീയ ഇഞ്ചക്ഷൻസ് നൽകി നമ്മളെ മാറ്റാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിനെതിരെ മതേതര കേരളം സംഘടിക്കും. അത് ആരാണെങ്കിലും അത് സ്വാഭാവികം മാത്രമേ പറയാൻ പറ്റൂ. ശരി, ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ കെ ഷൈനു, ഇന്ന് വി മുരളീധരൻ ഇതിൽ സംശയങ്ങളുണ്ട് എന്നത് പറയുന്നുണ്ടായിരുന്നു. ഹിന്ദു ഐക്യവേദിയും സംശയങ്ങളുമായി രംഗത്ത് വന്നിട്ടുണ്ട്. അന്വേഷണം, കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണം എന്ന ഒരു ആവശ്യം ഹിന്ദു ഐക്യവേദി മുന്നോട്ട് വെക്കുന്നു. നിങ്ങൾക്ക് ഇതിൽ സംശയമുണ്ടാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അങ്ങനെ ഒരു സംശയം തോന്നാനുള്ള അടിസ്ഥാനം എന്താ? നേരത്തെ ചർച്ചയിൽ റജിസാർ സൂചിപ്പിച്ച തരത്തിൽ നമ്മുടെ നാട്ടിൽ നിരവധി തരത്തിലുള്ള വ്യായാമശാലകൾ പ്രവർത്തിക്കുന്നുണ്ട്. പരമ്പരാഗതമായിട്ട് തന്നെ കേരളത്തിൻ്റെ തനതായിട്ടുള്ള വ്യായാമ രീതിയാണ് കളരി എന്ന് പറയുന്നത്. അങ്ങനെ വലിയൊരു പാരമ്പര്യം ആയോധന രംഗത്ത് കേരളത്തിനുണ്ട്. മാത്രവുമല്ല നിരവധി വ്യായാമശാലകൾ, ജിമ്മ് പോലുള്ള, കരാട്ടെ പോലുള്ള അങ്ങനെയുള്ള നിരവധി സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുമ്പോൾ അത്തരം സംവിധാനങ്ങൾക്കൊന്നുമില്ലാത്ത ഒരു പ്രത്യേകത ഈ ഒരു സംവിധാനത്തിന് എല്ലാവരും കാണുന്നുണ്ടെങ്കിൽ അത് സംശയിക്കപ്പെടേണ്ടതാണ്. മാത്രവുമല്ല 2012 ആരംഭിച്ചിട്ടുള്ള ഈ സംവിധാനം 10 വർഷം വളരെ പതുക്കെ പോവുകയും അതിലേക്ക് വരുന്നതിന് മുമ്പ് എന്താണ് ആ പ്രത്യേകത, മറ്റുള്ളവരിൽ നിന്നുള്ള പ്രത്യേകത എന്ന് താങ്കൾ സൂചിപ്പിച്ചത് എന്താണ്? ഇതിപ്പോൾ 20 മിനിറ്റ് മാത്രം ചെലവഴിച്ചാൽ മതി. വളരെ ഫ്രീ ആയിട്ടാണ് ഈ അഭ്യാസ മുറ അവരെ പഠിപ്പിക്കുന്നത്. അഭ്യാസ മുറയല്ല, ഈ വ്യായാമ മുറ അവരെ പഠിപ്പിക്കുന്നത്. തുറസായ സ്ഥലത്താണ്, ചെലവില്ല, വളരെ കുറച്ച് സമയം മതി. ഇതൊക്കെയാണ് ആളുകളെ ആകർഷിക്കുന്നത് എന്നതാണ് ഇതിൽ ഏർപ്പെട്ടിരിക്കുന്നവർ പറയുന്നത്. മാത്രവുമല്ല, ജീവിതശൈലി രോഗങ്ങൾക്ക് വളരെ ഫലപ്രദമാണ് ഈ വ്യായാമ മുറയെന്നും അവർ പറയുന്നു. അതാണ് അവരുടെ അനുഭവം. അതാണോ താങ്കൾ സൂചിപ്പിച്ചത്? തീർച്ചയായിട്ടും ഇത്തരം ആൾക്കാർ, പോപ്പുലർ ഫ്രണ്ടിൻ്റെ തന്നെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ നാദാപുരം ഡിഫൻസ് ഫോഴ്സ് ഉണ്ടായിട്ടുള്ളത് എങ്ങനെയാണ് അവർ രംഗത്ത് വന്നിട്ടുള്ളത്? പിന്നീട് NDF ആയിട്ട് മാറിയ സമയത്ത് കുടുംബയോഗങ്ങളിലൂടെയൊക്കെയാണ് അവരുടെ പ്രവർത്തനം മെല്ലെ മെല്ലെ വ്യാപിച്ചിട്ടുള്ളത്. അതും കഴിഞ്ഞ് പോപ്പുലർ ഫ്രണ്ട് എന്നുള്ള നിലക്ക് തന്നെ നോക്കുന്ന സമയത്ത് നിരവധിയായിട്ടുള്ള ദളിത് വിഷയങ്ങളിലും മറ്റും ഇടപെട്ടുകൊണ്ട് ഒരു ജനകീയ മുഖം കൈവരിക്കുവാനുള്ള പരിശ്രമം അവർ നടത്തിയിട്ടുണ്ട്. ഇപ്പോഴും പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെട്ടിട്ടും പോപ്പുലർ ഫ്രണ്ട് ഒരു തീവ്രവാദ സംഘടനയാണ് എന്ന് പോലും അംഗീകരിക്കുന്ന നിലയില്ല നമ്മുടെ കേരളത്തിൽ.
അപ്പോൾ സ്വാഭാവികമായിട്ടും പോപ്പുലർ ഫണ്ട് നിരോധിക്കപ്പെട്ട സമയത്ത് അത്തരം ആൾക്കാർക്ക് ഒരു ഇടം ആവശ്യമാണ്. അവർ പൊതുജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള ഇടം ആവശ്യമാണ്. അവർ തന്നെ പറയുന്നത് നമുക്കറിയാം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു വലിയ തരത്തിലുള്ള ഒരു ആരോപണം ഉയർന്നു. കെ സി വേണുഗോപാൽ മത്സരിക്കുന്ന ആ ഇടത്ത് കെ സി വേണുഗോപാലും പോപ്പുലർ ഫണ്ടിന്റെ നേതാക്കന്മാരും അത്തരം ആൾക്കാരുമായിട്ട് പോലും ചർച്ച നടത്തി എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുള്ള കാര്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പോപ്പുലർ ഫണ്ടിന്റെയും SDPIയുടെയും ഒക്കെ ആൾക്കാർ വിചാരിക്കുന്നത് അടുത്ത തവണ കോൺഗ്രസ് അധികാരത്തിൽ വരും എന്നും അങ്ങനെ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ പോപ്പുലർ ഫണ്ടിന്റെ നിരോധനം നീക്കുമെന്നും അങ്ങനെ നിരോധനം നീക്കുന്ന സമയത്ത് ഒരു ഫുൾ ഫ്ലഡ്ജായിട്ട് അവർക്ക് വീണ്ടും രംഗത്ത് വരുവാനുള്ള ഒരു റീഫ്രഷ്മെന്റ് കേന്ദ്രം എന്നുള്ള നിലയിലാണ് സ്വാഭാവികമായിട്ടും ഈ മെക്സവനെ അവർ ഹൈജാക്ക് ചെയ്തിരിക്കുന്നത് എന്നാണ് വലിയ ആരോപണം ഉയർന്നു വരുന്നത്. ആരാണ് ഈ ആരോപണം ഉയർത്തിയിട്ടുള്ളത്? നേരത്തെ സൂചിപ്പിച്ച തരത്തിൽ തളിപ്പറമ്പിലെ ഏരിയ സമ്മേളനത്തിൽ CPIMന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള P. മോഹനൻ മാസ്റ്ററാണ്. ഒരു ഭാഗത്ത് മോഹനൻ മാസ്റ്റർ ഇതിനെതിരെ രംഗത്ത് വരുന്ന സമയത്ത് CPIMന്റെ തന്നെ നേതാവായിട്ടുള്ള CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറായിട്ടുള്ള കേരളത്തിന്റെ ബഹുമാന്യനായിട്ടുള്ള മന്ത്രിയായിട്ടുള്ള മുഹമ്മദ് റിയാസിന്റെ നിലപാട് എന്താണ്? ആ മുഹമ്മദ് റിയാസിന്റെ നിലപാട് എന്ന് പറയുന്നത് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, അദ്ദേഹത്തിന്റെ ഔദ്യോഗികമായ ലെറ്റർ പേഡിൽ എഴുതി കൊടുത്തിട്ടുള്ളത് പുറത്തു വന്നിട്ടുള്ള കാര്യമാണ്. അത് ഈ ബേപ്പൂർ മണ്ഡലത്തിലാകെ ഇത് വ്യാപിപ്പിക്കണമെന്നാണ് മുഹമ്മദ് റിയാസ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. CPIMന്റെ നിലപാട് സ്വാഭാവികമായിട്ടും ഇത് ചോദ്യം ചെയ്യപ്പെടുന്ന നിലപാട് തന്നെയാണ്. CPMന്റെ ഒരു ജില്ലാ സെക്രട്ടറി ഇത്തരത്തിലുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ഇന്ന് കേരളം ഭരിക്കുന്നത് ആരാണ്? കേരളം ഭരിക്കുന്നത് CPM നേതൃത്വം കൊടുക്കുന്ന ഒരു സർക്കാരാണ്. എന്ത് നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത്? ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. യാതൊരു തരത്തിലുള്ള അന്വേഷണം, രഹസ്യാന്വേഷണ ഏജൻസികൾ അന്വേഷിക്കുക എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. അതിനപ്പുറത്തേക്ക് എന്ത് നടപടി സ്വീകരിച്ചു? ഈ കാര്യത്തിൽ എന്ത് നടപടിയാണ് CPMന്റെ സർക്കാർ, LDF സർക്കാർ സ്വീകരിച്ചത് എന്ന് ചോദിച്ചാൽ യാതൊരു തരത്തിലുള്ള നടപടിയും ഈ സമയം വരെ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ CPMന്റെ നിലപാട് ഇതിൽ ഇരട്ടത്താപ്പാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മറ്റൊന്ന്, ഇതിൽ രംഗത്ത് വന്നിട്ടുള്ളത് ഇസ്ലാമിക സംഘടനകൾ തന്നെയാണ്. അപ്പോൾ ഇസ്ലാമിക സംഘടനകൾക്ക് അതുപോലെ തന്നെ ഇടതുപക്ഷ സംഘടനകൾക്ക് എല്ലാം ഉള്ള ആ തരത്തിലുള്ള ആ കാര്യങ്ങൾ ഹിന്ദു സംഘടനകളും പറയുന്നു. ഹിന്ദു സംഘടനകൾ വളരെ കൃത്യമായിട്ട് പറയുന്നു, ഹിന്ദു ഐക്യവേദി പറയുന്നു, കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണം. കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണം എന്ന് പറയാൻ കാരണമുണ്ട്. പോപ്പുലർ ഫണ്ടിന്റെ നിരോധനം ഉണ്ടായ സമയത്ത് നമുക്കറിയാം, സ്വാഭാവികമായിട്ടും കേരളത്തിലെ ആൾക്കാരെ പോലും അന്വേഷണ ഏജൻസികളെ പോലും അറിയിക്കാത്ത തരത്തിൽ നടപടിയെടുക്കേണ്ട കേരളം വന്നത് മറ്റൊരു സംസ്ഥാനത്തുമല്ല, കേരളത്തിലാണ്. അങ്ങനെ നടപടിയെടുക്കേണ്ടി വന്നിട്ടുള്ളത് കേരളത്തിലായതുകൊണ്ട് തന്നെ കേന്ദ്ര ഏജൻസി അന്വേഷിച്ചാൽ മാത്രമേ ഇതിന് പിന്നിലുള്ള ദുഷ്ടശക്തികൾ എന്താണെന്നും ഇതിന്റെ പിന്നിലുള്ള ഗൂഢ താല്പര്യം എന്താണെന്നും പുറത്തു വരികയുള്ളൂ. ശരി, ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ CK ഷാക്കിർ, താങ്കൾ ഈ MEC7-ൽ പങ്കെടുക്കുന്ന വ്യക്തിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാത്രവുമല്ല, താങ്കൾ യൂത്ത് ലീഗിന്റെ പ്രതിനിധിയായി കൂടിയാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം ഈ MEC7-ൽ താങ്കൾ എങ്ങനെ എത്തിപ്പെട്ടു? ആരാണ് താങ്കളെ അതിനെക്കുറിച്ച് മനസ്സിലാക്കി തന്നത്? എങ്ങനെയാണ് താങ്കൾ ചേർന്നത്? എങ്ങനെയാണ് അതിന്റെ പ്രവർത്തനം? നിങ്ങൾ ഈ ചർച്ച കേൾക്കുമ്പോഴേ ഇതിൽ പങ്കെടുക്കുന്ന ആളുകൾ ന്യൂസ് 18 ഈ ചർച്ച ഇന്ന് വെച്ചത് വളരെ നന്നായി. കാരണം എന്താ വെച്ചാൽ ഇതിന്റെ പ്രേക്ഷകർക്ക് വസ്തുത മനസ്സിലാക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുത്തതിന് നന്ദി അറിയിക്കുകയാണ്. ഈ നേരത്തെ സംസാരിച്ച ശ്രീ റെജി ലൂക്കോസും ഹിന്ദു ഐക്യവേദിയുടെ പ്രതിനിധിയും ഒരു കൃത്രിമമായ ഒരു സംഗതി ഉണ്ടാക്കി അതിനെ ആളുകൾക്കിടയിൽ തെറ്റിദ്ധാരണ പരത്തി ആക്രമിക്കുകയാണ്. ആയിക്കോട്ടെ, നമുക്കത് ചർച്ച ചെയ്യാവുന്നതേ ഉള്ളൂ. ആരെങ്കിലും ഏതെങ്കിലും സംഗതിയെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് പറഞ്ഞാൽ അത് സ്വാഗതാർഹമാണ്. ഇതായാലും ഏതായാലും അന്വേഷണം നടക്കട്ടെ. ഇവിടെ ഞാൻ ഇപ്പൊ യൂത്ത് ലീഗിന്റെ ദേശീയ സെക്രട്ടറിയാണ്. ഇപ്പൊ നിങ്ങളോട് സംസാരിക്കുന്ന ഡൽഹിയിൽ നിന്നാണ്. ഇന്നലെ UPയിലായിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ ഈ MEC7 എന്ന ഈ വ്യായാമ മുറയിൽ 3 മാസത്തോളമായി പങ്കെടുക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാനിങ്ങനെ വല്ലപ്പോഴും പുറത്തു പോകുമ്പോൾ തിരിച്ചു വന്നാൽ ജിംനേഷ്യത്തിനോ മറ്റോ പോകുന്നത് പോലെ യാതൊരു പ്രയാസവുമുള്ള ഒരു സംഗതിയല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അതായത് ഒഴിവുള്ള സമയത്ത് ഒഴിവുള്ളവർക്ക് വന്ന് പങ്കെടുക്കാവുന്ന ഒരു പ്രഭാത വ്യായാമം മാത്രം. ആ പ്രഭാത വ്യായാമത്തിൽ നാട്ടിലെ എല്ലാ വിഭാഗം ആളുകളുണ്ട്. ഇവിടെ റെജി ലൂക്കോസിനോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, നിങ്ങൾ P. മോഹനൻ എന്ന് പറയുന്ന RSSന്റെ കുപ്പായം അണിഞ്ഞിട്ടുള്ള കോഴിക്കോട് ജില്ലാ CPM ഇപ്പോഴത്തെ സെക്രട്ടറി തൊടുത്തു വിട്ടിട്ടുള്ള ഈ വിവാദം എന്തിനാണ് എന്ന് ഗൗരവത്തിൽ കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ കൂടി അന്വേഷിക്കേണ്ടതുണ്ട്. CPM സർക്കാരിന് എന്തെങ്കിലും കൊള്ള നടത്തേണ്ട സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്ന പണിയാണ് ഇത്തരം വിവാദങ്ങളിലൂടെ പല സമയത്തും CPMന്റെ വിവിധ നേതാക്കന്മാർ നടത്തിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു എല്ലാ വിഭാഗം ജനങ്ങളും, നിങ്ങളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ശ്രീ റെജി ലൂക്കോസിനോട്, എളമരം കരീം എന്ന് പറയുന്ന CPMന്റെ നേതാവിന്റെ അനുജൻ
ഇപ്പോൾ എളമരത്ത് അതിന്റെ പ്രവർത്തനം കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ എന്റെ നാട്ടിൽ നേരത്തെ ശ്രീ രേണു ചോദിച്ചല്ലോ, ഞാൻ എങ്ങനെ ഇതിലെത്തി. എന്റെ നാട്ടിൽ എല്ലാവരും കൂടെ ഇങ്ങനെ ഒരു സംഗതി എല്ലാ സ്ഥലത്തും നടക്കുന്നുണ്ട്, നമുക്കും ഇതിനെക്കുറിച്ച് ആലോചിച്ചാൽ എന്താ എന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും അതിന് സന്തോഷത്തോടെ സ്വീകരിച്ചു. ഇതിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ AP സുന്നിയുടെ ഒരു നേതാവ് ഇതിനെ വിമർശിച്ചു വന്നു. AP സുന്നിയുടെ ഉത്തരവാദപ്പെട്ട ആളുകളുണ്ട്, EK സുന്നീറുണ്ട്, ലീഗ് ഉണ്ട്, CPM ഉണ്ട്, ഹിന്ദുമത വിശ്വാസികളുണ്ട്, എല്ലാവരും ഉണ്ട്. എല്ലാവരുമുള്ള ഒരു സംഗതിയെ ഇത് പോപ്പുലർ ഫ്രണ്ടിനോട് കൂട്ടിക്കെട്ടുന്ന ഒരു 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 ദുഷ്ടലാക്ക് എന്തിനാണെന്ന് മനസ്സിലാക്കുന്നില്ല. ഏതെങ്കിലും ഒരു സംഗതിയെ കുറിച്ച് അവർ സമൂഹത്തിൽ കുഴപ്പമുണ്ടാക്കുന്ന തരത്തിൽ എന്തെങ്കിലും പ്രവർത്തനത്തിൽ ഏർപ്പെട്ടാൽ സ്വാഭാവികമായി നമുക്കതിന് അന്വേഷണം നടത്താം. അത് സാമൂഹ്യ വിരുദ്ധ രീതിയിൽ മുന്നോട്ട് പോകുന്നതിന് നടപടിയെടുക്കുക ഒക്കെ ചെയ്യാവുന്നതാണ്. പക്ഷെ ഈ രീതിയിൽ ഇത്തരം ഒരു സംഗതിയെ നിങ്ങൾ എന്തിനാണ് അധിക്ഷേപിക്കുന്നത്? എന്തിനാണ് സംശയത്തിന്റെ ദൃഷ്ടിയിൽ കൊണ്ടുവരുന്നത്? അതറിയാൻ താല്പര്യമുണ്ട്. ഷാക്കിർ പോകുന്ന യൂണിറ്റിൽ എല്ലാ മതവിഭാഗക്കാരുമുണ്ടോ? എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും? തീർച്ചയായിട്ടും എല്ലാവരും ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഒരു സംശയം കൂടി ഷാക്കിർ, ഇതില് ഇത് തുറസായ സ്ഥലത്താണ് സംഘടിപ്പിക്കപ്പെടുന്നത്. ഈ 1000 യൂണിറ്റ് സംസ്ഥാനത്തുണ്ട് എന്ന് പറയുന്നു. എല്ലാ യൂണിറ്റുകളുടെയും പ്രവർത്തനം അങ്ങനെ തന്നെയാണോ? തീർച്ചയായിട്ടും. ഞാൻ എന്റെ വീട് ആക്കോടാണ്, പാലക്കാട് പഞ്ചായത്തിൽ ആക്കോട്. സലാഹുദ്ദീന്റെ വീട് എന്റെ വീട്ടിൽ 12 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. അദ്ദേഹം 12 വർഷമായി തുടങ്ങി എന്ന് പറയുന്നു. ഞാൻ ഇന്ന് വരെ നിങ്ങളോട് സംസാരിക്കുന്ന ഈ സമയം വരെ അദ്ദേഹത്തെ കണ്ടിട്ടില്ല, അദ്ദേഹത്തോട് സംസാരിച്ചിട്ടില്ല. ഇത് എല്ലാ മെക്സമൻ കേന്ദ്രങ്ങളിൽ ആളുകളുടെ അവസ്ഥ ഇങ്ങനെയാണ്. ഇപ്പൊ ഞങ്ങളവിടെ ആദ്യം കുറച്ച് ഞങ്ങളെ തൊട്ടടുത്തുള്ള വാഴിയൂർ എന്ന പ്രദേശത്ത് നിന്ന് അവിടെ നേരത്തെ തുടങ്ങി. അവിടെ നിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളിലെ ചില 3-4 പേര് വന്ന് ഞങ്ങൾക്ക് പറഞ്ഞത്. അത് പിന്നെ അവർ പോയി. പിന്നെ ഞങ്ങൾ തന്നെ ആരെങ്കിലും ഒരാള് ഇത് മുന്നിൽ നിൽക്കും, ഈ കാര്യങ്ങൾ നടത്തും. ഈ 10-20 മിനിറ്റ് ഇത് തുറസായ സ്ഥലത്ത് തന്നെ സംഘടിപ്പിക്കുന്നത് താങ്കൾ പറയും. എനിക്ക് ഒരു സംശയം കൂടി, ഈ ഓരോ യൂണിറ്റിനും ഓരോ വാട്സപ്പ് കൂട്ടായ്മകളുണ്ട്. ഓരോ വാട്സപ്പ് കൂട്ടായ്മയിലും എന്ത് പറയുന്നു, എന്താണ് പ്രചരിപ്പിക്കപ്പെടുന്നത് എന്നത് വലിയ സംശയമാണ്. അപ്പോൾ അതുവഴിയാണോ ഈ ഏതെങ്കിലും തരത്തിലുള്ള ഈ തീവ്ര സംഘടനകൾക്ക് ഇതിൽ ബന്ധമുണ്ടെങ്കിൽ അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കപ്പെടുക, അങ്ങനെയാണോ എന്നൊരു സംശയമുണ്ട്. എന്താണ് ഈ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ നടക്കുന്നത്? അവിടെ എന്താണ് ചർച്ച ചെയ്യുന്നത്? എന്തൊക്കെ തരത്തിലുള്ള മെസ്സേജുകൾ അതുവഴി നൽകാറുണ്ട്? വളരെ പ്രസക്തമായ ചോദ്യം. ഞാനും റജി ലൂക്കോസും ഇന്നലെ കഴിഞ്ഞ ദിവസം മറ്റൊരു ചാനൽ ഇതേപോലെ ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ അദ്ദേഹത്തോടും അദ്ദേഹത്തിന്റെ അതിഥികളായി വന്ന ആളുകളും അവതാരകയോടും പറഞ്ഞ അതേ സംഗതി നിങ്ങളോട് ആവർത്തിക്കുകയാണ്. എന്റെ നാട്ടില് പരസ്യമായി തുറസായ സ്ഥലത്ത് എല്ലാ സ്ഥലത്തും ഗ്രൗണ്ടിലും റോഡിന്റെ തെരുവുകൾ 2 സൈഡുകളിലുമൊക്കെയാണ് സ്ത്രീകളും ഏറ്റവും കൂടുതൽ ഇതിലെ കൗതുകം എന്താണെന്ന് വെച്ചാൽ മുതിർന്ന ആളുകളാണ്. അവർക്കാണ് ഇതുകൊണ്ട് വലിയ ആശ്വാസം ലഭിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നടക്കുന്ന സംഗതികളെ കാണാൻ വേണ്ടി അല്ലെങ്കിൽ പങ്കെടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. തെറ്റിദ്ധാരണ മാറ്റാൻ കഴിയല്ലോ. പിന്നെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനൊരു ക്ലാസ് ഇല്ല, ഇതിനൊരു പരിശീലനമായി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു തരാൻ വരുന്നില്ല. വാട്സപ്പുകളിൽ ഇതാകെ വന്നിട്ടുണ്ട് വെച്ചാൽ ഇതിന്റെ ഒരു വീഡിയോ ഉണ്ട്. ഞാൻ ആ വീഡിയോ ഇന്ന് നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ട്. ആ വീഡിയോ 20 മിനിറ്റുള്ള ഒരു വീഡിയോ, അതിൽ എങ്ങനെ ചെയ്യണമെന്ന് കാണിച്ചു തരുന്ന ഒരു വീഡിയോ സന്ദേശമല്ലാതെ മറ്റൊരു കാര്യം അതിൽ വരുന്നില്ല. താങ്കൾ മ്യൂട്ടായി എന്നാണ് തോന്നുന്നത്. ഞാൻ താങ്കളിലേക്ക് പൂർത്തിയാക്കിക്കോളൂ, നമുക്കൊരു ഇടവേളയിലേക്ക് പോകണം. അതായത് ഇപ്പൊ നിങ്ങൾ ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. ഇത് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ആകെ വന്നിട്ടുള്ള ഒരു സംഗതി, ഇതിന്റെ ഞാനിന്ന് നിങ്ങൾക്ക് അയച്ചു തന്നു എന്ന് തോന്നുന്നുണ്ട്. 20 മിനിറ്റുള്ള ഇതിന്റെ എങ്ങനെ ചെയ്യണം എന്നുള്ളൊരു സംഗതി മാത്രമാണ്. വേറെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒന്നും. അതാരാണ് അയച്ചു തരുന്നത്? സൊലാഹുദ്ദീനുമായി ഒരു തവണ പോലും ബന്ധപ്പെട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ ഇതാരാണ് അയച്ചു തന്നത്? ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ തൊട്ടടുത്ത്, ഞാൻ വാഴക്കാട് പഞ്ചായത്ത് തൊട്ടടുത്ത് വാഴിയൂർ പഞ്ചായത്താണ്. വാഴിയൂർ പഞ്ചായത്തിൽ കുറെ നേരത്തെ തുടങ്ങിയിട്ട് അവിടെ നിന്ന് ഇതുപോലെ സർവീസിൽ നിന്ന് വിരമിച്ചിട്ടുള്ള എക്സ് മിലിറ്ററി ആയിട്ടുള്ള ഹരീഷ് എന്ന് പറയുന്ന, നിങ്ങൾ പേര് പ്രത്യേകം ശ്രദ്ധിക്കണേ, ഹിന്ദു ഐക്യവേദിയുടെ സുഹൃത്തും റജി ലൂക്കോസും ഒക്കെ ശ്രദ്ധിക്കുക. ഞാൻ ഇന്നലെ റജി ലൂക്കോസുമായി ഈ വീഡിയോ പങ്കുവച്ചിട്ടുണ്ട്. ഹരീഷ് എന്ന് പറയുന്ന ഒരു സൈന്യത്തിൽ റിട്ടയർ ചെയ്തിട്ടുള്ള സുഹൃത്താണ് ഞങ്ങളുടെ നാട്ടിൽ വന്നിട്ട് ആദ്യം പറഞ്ഞു തന്നിട്ടുള്ളത്. അത് അദ്ദേഹം പറഞ്ഞു തന്നു. ഹരീഷൊക്കെ ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലുണ്ട്. അവർ ഇതിന്റെ വീഡിയോസും സംഗതികളൊക്കെ ഒറ്റ വീഡിയോ പങ്കുവെക്കാൻ വേണ്ടി മാത്രമാണോ വാട്സപ്പ് ഗ്രൂപ്പുകൾ? അല്ല. ഇതിപ്പോ നമ്മൾ സ്വാഭാവികം ചെയ്യുന്ന സമയത്ത് ഈ പല രീതിയിൽ ഇപ്പൊ നമ്മൾ ആളുകൾക്ക് അറിയില്ലല്ലോ, പുതിയ ആളുകൾ ഓരോ ദിവസം വന്ന് ചേരുന്നത്. ഇത് മടമ്പുകാല് വെച്ച് ചെയ്യണോ, അല്ല മടമ്പുകാല് ഉയർത്തി ചെയ്യണോ, അല്ലെങ്കിൽ ശ്വാസം എത്ര നേരം പിടിച്ചു നിൽക്കണം, 3 സെക്കൻഡ് പിടിക്കണോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിൽ നമ്മൾ തന്നെ പരസ്പരം ചർച്ച ചെയ്യും. അല്ലാണ്ട് സലാഹുദ്ദീനോ മറ്റാരും ഇപ്പൊ നിരന്തരമായി ഇവർ പറയുന്ന ഒരു സംഗതി, ഇതിന്റെ പ്രധാനപ്പെട്ട അഡ്മിന്മാരിൽ PFIന്റെ ആളുകളുണ്ട് എന്നാ. നിങ്ങൾ എല്ലാതും പരിശോധിച്ചോ? ഒരാൾ പോലും ഞങ്ങളുടെ നാട്ടിലൊന്നും ഒരു പോപ്പുലർ ഫ്രണ്ടുകാരനല്ല പരിസരത്ത് എവിടെയെങ്കിലും അങ്ങനെ ഒരാൾ ഇതിൽ അഡ്മിനായിട്ടോ അല്ലെങ്കിൽ പങ്കാളികളായിട്ടോ ഇല്ല. എല്ലാ ജാതി മത, നിങ്ങൾ ഇന്ന് ഞാൻ അയച്ചെന്ന വീഡിയോ ശ്രദ്ധിച്ചില്ലേ, എത്ര ഹൈന്ദവ സഹോദരിമാരുണ്ട്. ഇവരെ വെച്ച് എന്ത് കാണിക്കാനാണ്? ഇതിന്റെ ഗുണം എന്താന്ന് വെച്ചാൽ
ഇതെന്താ ഇത്ര പെട്ടെന്ന് സ്പ്രെഡ് ആകാനെന്ന് കാരണം പലരും അന്വേഷിക്കുന്നുണ്ട്. നിങ്ങൾ അന്വേഷിക്കേണ്ടത് ഷുഗർ, കൊളസ്ട്രോള്, മറ്റ് പിന്നെ എന്താ പറയുക നിത്യരോഗങ്ങളിലുള്ള ആളുകൾ, ജീവിതശൈലി രോഗങ്ങളുള്ള ആളുകൾക്ക് നിരന്തരമായി പരിശോധന നടത്തുമ്പോൾ അല്ലെങ്കിൽ ഹൃദയ സംബന്ധ അസുഖമുള്ള ആളുകൾക്ക് വലിയ ആശ്വാസം ലഭിക്കുന്നു. ആ ആശ്വാസം ലഭിച്ച ആളുകളാണ്, പ്രത്യേകിച്ച് പ്രായം ചെന്ന ആളുകൾ. ഇതിൽ ഏറ്റവും കൂടുതൽ പങ്കെടുക്കുന്നത് 65ഉം 60ഉം വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകളാണ്. നിങ്ങൾ പരിശോധിക്കുക, അവരൊക്കെ ഈ രാജ്യത്തിന് എന്ത് ബുദ്ധിമുട്ടുണ്ടാക്കാനാണ്? ഇങ്ങനെ തെറ്റായി ആളുകളെ എന്താ പറയാ ദുർവ്യാഖ്യാനം ചെയ്ത് സമൂഹത്തിൽ മതങ്ങൾക്കിടയിലും മനുഷ്യന്മാർക്കിടയിലും തർക്കമുണ്ടാക്കുന്ന പക്ഷെ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ശ്രീ ഷാക്കിർ, ഇതിപ്പോ ഇതാണ് ഇതിന്റെ പ്രവർത്തന രീതി എന്ന് പറയുന്നു. സ്വലാഹുദ്ദീൻ ചില മാധ്യമങ്ങൾക്ക് നൽകിയ പ്രതികരണത്തിലും അക്കാര്യം പറയുന്നുണ്ട്. പക്ഷെ ഞാൻ ഈ ചർച്ച തീരുമാനിച്ച സമയം മുതൽ ഈ സ്റ്റുഡിയോയിൽ കയറുന്നതിന് തൊട്ടു മുൻപ് വരെയും പരമാവധി തവണ അദ്ദേഹത്തെ ബന്ധപ്പെടാൻ ശ്രമിച്ചു. അദ്ദേഹത്തെ ഫോണിൽ ലഭ്യമാകുന്നില്ല. എന്തുകൊണ്ടാണ് ഇത്തരം വലിയ ഒരു വിവാദം ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുമ്പോൾ കാര്യങ്ങൾ കൃത്യമായി വിശദീകരിക്കാൻ അദ്ദേഹത്തിന് കഴിയാതെ പോകുന്നത്? അല്ലെങ്കിൽ ഒരു ചർച്ചയിലോ അല്ലെങ്കിൽ ഇതുപോലെ സംശയം ഉന്നയിക്കുന്നവരുടെ മുന്നിലോ ഈ സംശയ നിവാരണത്തിന് എന്താണ് ഇതുകൊണ്ട് ലക്ഷ്യമിടുന്നത് എന്ന് പറയാൻ അദ്ദേഹത്തിന് കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? ഇത് ഇത്രയും തുറസായ സ്ഥലത്ത് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ നടക്കുന്ന ഒരു സംഗതിയെക്കുറിച്ച് ആർക്കും ഇതൊരു അന്വേഷണ ഏജൻസി വേണമെന്നില്ല. ഏത് കുട്ടിക്കും വന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിൽ കാര്യങ്ങൾ നടന്നു പോവാണ്. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഇതേ വിവാദങ്ങൾ ഉണ്ടായപ്പോ എന്താ പറയാ മോഹനൻ മാസ്റ്റർ നേരത്തെ ഒരു CPM സ്റ്റേജിൽ പറഞ്ഞു. കഴിഞ്ഞ ദിവസം വേറൊരു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ആ പറഞ്ഞ സമയത്ത് സ്വാഭാവികമായും ഗ്രൂപ്പുകളിലൊക്കെ ചർച്ച വരും. എന്താണ് ഇങ്ങനെ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ടല്ലോ, ഇതിന് നമ്മൾക്ക് കാര്യങ്ങൾ തുറന്ന് പറഞ്ഞു കൊടുക്കേണ്ടേ എന്നായപ്പോ ഒരു ടെക്സ്റ്റ് മെസ്സേജ് ഞങ്ങളെ ഗ്രൂപ്പിലൊക്കെ ഇദ്ദേഹത്തിൻ്റെതായി വന്നിട്ടുണ്ട്. ഇത് എന്താ പറയാ വളരെ ഓപ്പൺ ആയി നടക്കുന്ന ഒരു കാര്യമാണ്. ആർക്കും വന്ന് പരിശോധിക്കാവുന്നതാണ്. നമ്മൾ ഏത് അന്വേഷണത്തിനെയും സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ഇത് ഇങ്ങനെ വിവാദങ്ങൾ ഉണ്ടാക്കി ഇത് വേറെ രീതിയിൽ കൊണ്ടുപോയി അതിന് മുഖം കൊടുക്കുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ലാഭം പ്രതീക്ഷിക്കുന്ന ഒരു തരത്തിലും ഒരു രൂപ പോലും ഫീസോ രജിസ്ട്രേഷൻ ഫീസോ ഫോമോ ഒന്നുമില്ലാത്ത ഏർപ്പാടാണ്. അപ്പൊ ആ രീതിയിലുള്ള സംഗതിയെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ സത്യത്തിൽ ഈ വിവാദം ഉണ്ടാക്കുന്നവർ ചെയ്യുന്നത് മനുഷ്യത്വരഹിതമായ പരിപാടിയാണ്. നിങ്ങൾ ദയവ് അതിന് മനസ്സിലാക്കാൻ ശ്രദ്ധിക്കുക. ശരി, ഞാൻ ഒരു ഇടവേള അത്യാവശ്യമായതുകൊണ്ടാണ്. അതിനുശേഷം ശ്രീ മനാഫിലേക്ക് എത്താം. ഇടവേള. വീണ്ടും ചർച്ചയിലേക്ക്. ശ്രീ മനാഫ്, ഈ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിലാണ് ഇത് പ്രവർത്തനം കൂടുതൽ നടക്കുന്നതും വ്യാപിക്കുന്നതും. മുസ്ലിങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കാനാണ്, മുസ്ലിങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുകയാണ് ലക്ഷ്യമെന്ന് പേരോട് സഖാവി ഉൾപ്പെടെ ഇതിനെതിരെ വിമർശനം ഉന്നയിക്കുന്നു. NDFന്റെ വരവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്, കളരി അഭ്യസിപ്പിച്ചുകൊണ്ട് വരുന്ന വരവ് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സമുദായത്തിനുള്ളിൽ നിന്ന് തന്നെയൊക്കെയുള്ള വിമർശനങ്ങൾ ഉയരുന്നത്. അങ്ങനെ സമുദായത്തിനുള്ളിൽ തന്നെ സംശയമുണ്ടാക്കത്തക്ക തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഈ കൂട്ടായ്മയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നത് വളരെ ഗൗരവമുള്ളതല്ലേ? നമ്മുടെ ഈ ചർച്ചയിലേക്ക് വരുമ്പോൾ എനിക്ക് ആദ്യം പറയാനുള്ള ഒരു കാര്യം, പൊതുവെ നമ്മുടെ സമൂഹം ഇപ്പോ ആരോഗ്യപരമായ കാര്യങ്ങളിൽ, പ്രത്യേകിച്ച് എബോവ് 40 ആയിട്ടുള്ള ഈ തലമുറയിലുള്ള ആളുകൾ ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുകയും അതുകൊണ്ട് തന്നെ ഈ സ്ട്രോക്ക് പോലെയുള്ള കാർഡിയാക് അറസ്റ്റ് പോലെയുള്ള കാര്യങ്ങൾ വ്യാപകമാവുകയും ചെയ്തതോടുകൂടി, എസ്പെഷ്യലി ഈ പോസ്റ്റ് കോവിഡ് പീരീഡിൽ അങ്ങനെ ആയതുകൊണ്ട് ഇങ്ങനെയുള്ള വ്യായാമ മുറകളിൽ പങ്കെടുക്കാൻ കൂടുതൽ താല്പര്യം കാണിക്കുന്ന ഒരു സാമൂഹ്യ സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട്. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അങ്ങനെയുള്ള ആളുകൾക്ക് അഫോർഡബിൾ ആയ ഒരു ടൈമാണ് മോർണിംഗ് ഹവേഴ്സ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഈ മൾട്ടി എക്സസൈസ് കോമ്പിനേഷൻ എന്ന് പറയുന്ന ഈ MEX7 എന്ന് പറയുന്ന ഈ വ്യായാമ രീതിയിൽ ഈ പ്രായത്തിലുള്ള ആളുകൾക്ക് ചെയ്യാവുന്ന രീതിയിലുള്ള വ്യായാമ മുറകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പൊ ഞങ്ങളുടെ നാട്ടില് ഇതിന്റെ ഒരുപാട് യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഹെൽത്തി സിറ്റിസൺസ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ് ഈ MEX7 തന്നെയുള്ള കുറെ വിഭാഗങ്ങൾ ഉൾപ്പെടുത്തിയ, എന്നാൽ മറ്റൊരു രീതിയിലുള്ള ഒരു എക്സസൈസ് കമ്മ്യൂണിറ്റിയിൽ രാവിലെ പോയിട്ട് പങ്കെടുക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ് എനിക്കറിയാം. ഇപ്പൊ ഈ വിഷയത്തിൽ നമ്മുടെ സമൂഹത്തിൽ ഇത്ര വലിയ ചർച്ച, മീഡിയകളിലൊക്കെ വലിയ ചർച്ചയായി, വിവാദമായി, ഇത് ഭീകരവാദവും തീവ്രവാദവും ദേശവിരുദ്ധ പ്രവർത്തനവുമൊക്കെയാണ് എന്ന രൂപത്തിലേക്ക് ചർച്ചകൾ ഇങ്ങനെ വ്യാപിക്കുമ്പോൾ നമ്മൾ ബേസിക്കലി ആലോചിക്കേണ്ട ഒരു കാര്യം, ഇത്രയും വിവാദപരമായ തലത്തിലേക്ക് ഈ വിഷയം വരുവാൻ നമ്മുടെ മുമ്പിൽ ഇപ്പോഴുള്ള കമന്റ്സ് എന്തൊക്കെയാണ്?
3 കാര്യങ്ങളാണ്. ഒന്ന്, മോഹനൻ മാഷ് പറഞ്ഞിരിക്കുന്ന അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന കാര്യം, ഇതിന് പുറകിൽ പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള സംഘടനകളാകുന്നു, അവർക്ക് ഒളി അജണ്ടകളുണ്ട്, അവരാണ് ഇത് ലീഡ് ചെയ്യുന്നത്, ഇതിന്റെ വാട്സാപ്പ് ഗ്രൂപ്പുകൾ പലതും നിയന്ത്രിക്കുന്നത് നിരോധിത സംഘടനയായ PFIയുടെ ആളുകളാണ് എന്നൊക്കെ പറയുന്ന ഒരു കമന്റ്. രണ്ടാമതായി, നിങ്ങൾ ചോദ്യത്തിൽ ഉന്നയിച്ചതുപോലെ മുസ്ലിം സൊസൈറ്റിയുടെ അകത്ത് നിന്ന് അത്ര വ്യാപകമായ പ്രതിഷേധമൊന്നുമല്ല. പേരോട് അബ്ദുറഹ്മാൻ സഖാഫി എന്ന് പറയുന്ന കാന്തപുരം വിഭാഗത്തിൽപ്പെട്ട ഒരു പണ്ഡിതൻ നടത്തിയിരിക്കുന്ന ഒരു പരാമർശം, അദ്ദേഹം പറഞ്ഞിരിക്കുന്ന പരാമർശം ഈ ദേശവിരുദ്ധ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ രാജ്യദ്രോഹപരമായി ബന്ധപ്പെട്ടതോ ഒന്നുമല്ല. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് തികച്ചും വ്യത്യസ്തമായ ഒരു ആരോപണമാണ്. അതെന്താണ്? സുന്നി ആദർശത്തിൽ ജീവിക്കുന്ന ആളുകളെ സൗഹൃദം നടിച്ച് അവരുടെ ആദർശത്തിൽ നിന്ന് വഴിതെറ്റിക്കുന്നതിന് വേണ്ടി ജമാഅത്ത്, മുജാഹിദ് പോലെയുള്ള സംഘടനകൾ ഒളി അജണ്ടകളുമായി ഉണ്ടാക്കിയ ഒരു പ്രവർത്തനം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിന്റെ ചുവട് പിടിച്ചുകൊണ്ട് തന്നെയാണ് SYSന്റെ സംസ്ഥാന ഭാരവാഹിയായിട്ടുള്ള സുഹൃത്ത് മുഹമ്മദ് അലി കിലാനൂരിന്റെ ഒരു റൈറ്റപ്പും അദ്ദേഹത്തിന്റെ വിശദീകരണവും കണ്ടത്. അപ്പൊ ഈ 3 കാര്യങ്ങളെ ആസ്പദിച്ചുകൊണ്ട്, പക്ഷെ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ അത് LDFന്റെ വരവുമായി ബന്ധപ്പെട്ടാണ് അതിനെ ഉദാഹരിച്ചിരിക്കുന്നത്. സോറി, കേട്ടില്ല. കിനാലൂർ ഉപമിച്ചിരിക്കുന്നത് LDFന്റെ വരവുമായിട്ടാണ്. അതെ, കിനാലൂരിന്റെ പ്രസ്താവന, ഈ 3 കാര്യങ്ങൾ നമ്മൾ എടുത്തു നോക്കിയാല് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഇത്രയും വലിയൊരു ചർച്ചയിലേക്ക്, വിവാദത്തിലേക്ക്, രാജ്യദ്രോഹപരം, തീവ്രവാദപരം എന്നൊക്കെ പറയാവുന്ന തലത്തിലേക്ക് എങ്ങനെയാണ് ഏതെങ്കിലും ഒരു അന്വേഷണ ഏജൻസി ഈ ഒരു വ്യായാമ മുറയെയോ ഈ ഒരു കൂട്ടായ്മയെയോ ഇങ്ങനെ ഒരു പ്രവർത്തനമായി എന്തെങ്കിലും ഒരു ഔദ്യോഗിക റിപ്പോർട്ട് ഈ നിമിഷം വരെ പുറത്തുവിട്ടതായി മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. അപ്പൊ സോഷ്യൽ മീഡിയയിലും അതേപോലെ തന്നെ പ്രിന്റഡ് മീഡിയകളിലൊക്കെ വന്ന റിപ്പോർട്ടുകൾ വെച്ച് നോക്കുമ്പോൾ മാത്രമാണ് നമുക്കതിനെ കുറിച്ച് ഏതാനും കാര്യങ്ങൾ കിട്ടുന്നത്. അപ്പൊ എനിക്കിത് സൂചിപ്പിക്കാനുള്ളത്, ഇതിൽ പങ്കെടുക്കുന്ന കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകൾ നിങ്ങളുടെ ചോദ്യത്തിൽ സൂചിപ്പിച്ചതുപോലെ ഭൂരിഭാഗം മുസ്ലിങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ ഒളി അജണ്ടകളുണ്ട്. PFI പോലെയുള്ള സംഘടനകൾ അതിനുവേണ്ടി കമ്മ്യൂണിറ്റിയെ ഉപയോഗപ്പെടുത്തുകയാണ് എന്നൊക്കെ പറയുമ്പോൾ, ഒരു പ്രദേശത്ത് ഈ വ്യായാമ മുറ നടക്കുന്ന MEC7 നടക്കുന്ന ഏരിയയിൽ ഭൂരിപക്ഷമുള്ള കമ്മ്യൂണിറ്റി ഏതാണോ അതിലുള്ള ആളുകൾ അതിലുണ്ടാകും. ഇപ്പൊ ചില വിദ്യാലയങ്ങളിൽ മുസ്ലിം കുട്ടികൾ കൂടുതൽ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ആ ഏരിയയിൽ മുസ്ലിം കുടുംബങ്ങൾ കൂടുതൽ ഉള്ളത് കൊണ്ടാണ്. ക്രിസ്ത്യൻ ഡോമിനേഷനുള്ള ഏരിയകളിൽ ക്രിസ്ത്യൻ കുട്ടികളായിരിക്കും, ഹിന്ദു കമ്മ്യൂണിറ്റി കൂടുതലുള്ള ഏരിയകളിൽ ഹിന്ദു വിദ്യാർത്ഥികളായിരിക്കും പഠിക്കുക എന്ന് വെച്ച് ആ സ്കൂളുകളിലെ കമ്മ്യൂണിറ്റിയെ നോക്കിയിട്ട് നമ്മൾ അവിടുത്തെ കാര്യങ്ങൾ വിശദീകരിക്കാറില്ലല്ലോ. അപ്പൊ അതാണ് അതിന്റെ ഒരു ബേസ് എന്ന് പറയുന്നത്. ഇതിന് ഇനി എന്തെങ്കിലുമൊക്കെ സംഗതികൾ ഉണ്ടെങ്കിൽ ഇവിടെ പോലീസ് ഉണ്ട്, അതേപോലെ തന്നെ ഇന്റലിജൻസ് ഉണ്ട്, രഹസ്യാന്വേഷണ ഏജൻസികളുണ്ട്. അവരങ്ങനെയുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് പുറത്ത് കൊണ്ടുവരട്ടെ എന്ന് പറയുകയല്ലാതെ ഇപ്പോൾ തന്നെ കാടടിച്ച് വെടിവെച്ച് ഒരു സമുദായത്തെയും സമൂഹത്തെയും നിർദോഷകരമായി ഈ നിമിഷം വരെ നിർദോഷകരമാണ് എന്ന് 99% നമുക്ക് ഉറപ്പിച്ചു പറയാവുന്ന. ഇവിടെ ഷാക്കിറൊക്കെ പറഞ്ഞതുപോലെ അദ്ദേഹം MEC7 തന്നെ പങ്കെടുക്കുന്ന ആളാണ്. ഞാനൊക്കെ മറ്റൊരു ശരി, അത് അദ്ദേഹം സൂചിപ്പിച്ചുവല്ലോ. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ റെജി ലൂക്കോസ്, ഇവിടെ ഈ കൂട്ടായ്മയ്ക്ക് അഭിവാദ്യം അർപ്പിച്ച് മന്ത്രി PA മുഹമ്മദ് റിയാസ് അവർക്ക് കൊടുത്ത ലെറ്റർ ഉണ്ട് എന്ന് പറയുന്നു. അഹമ്മദ് ദേവർകോവിൽ ഇവരുടെ പ്രവർത്തനങ്ങളിൽ അവരെ അഭിനന്ദിച്ചുകൊണ്ട് പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. കോഴിക്കോട് മേയർ പങ്കെടുത്തിട്ടുണ്ട്. ഇത് വലിയ രീതിയിൽ പ്രചരിപ്പിക്കേണ്ടുന്നതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് അവർ സംസാരിച്ചു എന്ന് പറയുന്നു. അങ്ങനെ പല വിധത്തിലുള്ള പിന്തുണ ഇവർക്ക് കിട്ടി വന്നിരുന്നതാണ്. പെട്ടെന്ന് എന്തുകൊണ്ടാണ് ഇതൊരു തീവ്രവാദ സംഘടനകളുടെ പിടിയിലായ കൂട്ടായ്മയാണ് എന്നൊരു സംശയം CPM-നെ സംബന്ധിച്ചുണ്ടാകുന്നത്? നമുക്കറിയാം, കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് മാസങ്ങളായിട്ടുള്ള കാര്യങ്ങൾ എടുത്താൽ, മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശം, P ജയരാജന്റെ പുസ്തകം ഒക്കെ എടുത്താൽ, ഇപ്പോൾ സ്വീകരിച്ചു വരുന്ന ഒരു രാഷ്ട്രീയ നിലപാടുമായി ബന്ധപ്പെടുത്തി നമുക്ക് ഇതിനെ വായിക്കേണ്ടതുണ്ടോ? അല്ല, കേരളത്തിന്റെ ഒരു പ്രത്യേക സവിശേഷത എന്ന് പറയുന്നത്, പൂർത്തീകരിക്കാൻ സമയത്താണ് എന്ന് പറയുന്നത്, ഇത്രയ്ക്ക് വിദ്യാസമ്പന്നരും ഇത്രയ്ക്ക് പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങളെന്ന് അവകാശപ്പെടുന്ന നമ്മുടെ കേരളത്തിലെ ജനങ്ങളാണ്. മഹാഭൂരിപക്ഷം എന്ന് പറയാൻ പറയാൻ പറ്റില്ലെങ്കിൽ ഏതാണ്ട് വലിയൊരു ശതമാനം ജനങ്ങള് ഏത് തട്ടിപ്പിനും അഡിക്റ്റഡായി. നിങ്ങൾ ഒരേ രീതിയിലുള്ള സാമ്പത്തിക തട്ടിപ്പിന്റെ ആരോപണങ്ങൾ എത്ര ആവർത്തിച്ചാലും പിന്നെയും കൊണ്ട് ഈ തട്ടിപ്പിന് വിധേയരാകും. അതുപോലെ മതസംഘടനകളൊന്നും അങ്ങനെ തട്ടിപ്പിന് നടത്താറില്ല. മതത്തിന്റെ പേര് ചില വ്യക്തികൾ നടത്തുന്ന ഈ ഭക്ത കച്ചവടക്കാരെ, അതുപോലെ അവരിൽ അഡിക്റ്റഡ് ആവുന്ന എത്രയോ വിദ്യാഭ്യാസമുള്ളവരുണ്ട്. അവരുടെ സാമ്പത്തികം എല്ലാം തട്ടിയെടുത്തിട്ട് കോടികളുടെ മുങ്ങും.
അതുപോലെ തന്നെ ഈ ഫൈനാൻസുകാർ ഇപ്പൊ തന്നെ വെർച്വൽ അറസ്റ്റ് എന്ന് പറഞ്ഞു വരുന്നുണ്ട്. ഇത്രയും വാർത്തകളൊന്നും ഇപ്പോഴും ഇതിന് അഡിക്റ്റ് ആവുന്നവരുണ്ട്. ഇപ്പൊ കേരളത്തില് ഏതൊരു വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളെയും പെട്ടെന്ന് എന്തിനും അഡിക്റ്റഡ് ആവും അല്ലെ അതിന് സ്വാധീനം വരുത്തി കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ജനമാണ് കേരളത്തിലുള്ളത്. നമ്മൾ എന്നും വാർത്തകളിൽ കാണുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ ഞാനിതിനെ അന്ധമായ രീതിയിൽ വിമർശിച്ചുകൊണ്ടൊരു വാക്ക് പറഞ്ഞിട്ടില്ല. ഇങ്ങനെ ഒരു സംശയം ഇതിനെക്കുറിച്ച് പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് മുസ്ലിം സമൂഹത്തിലെ AP വിഭാഗത്തിൽപ്പെട്ടവരുടെ ഒരു യുവജന സംഘടനയുടെ ഒരു നേതാവ് കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് ഇതിനെതിരെ ശക്തമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ഇന്ന് അവരുടെ 2-3 ഉസ്താദുകൾ വന്നിരിക്കുന്നു. അതൊക്കെ വന്ന സ്ഥിതിക്ക് എന്തുകൊണ്ടാണ് ഇത് ശക്തമായ രീതിയിൽ അന്വേഷിച്ചതിന് ഇത് നല്ല ഉദ്ദേശത്തിലാണെന്നുണ്ടെങ്കിൽ അത് തെളിയിക്കപ്പെടുന്നതിന് എന്തിനാണ് ഇവർ അസഹിഷ്ണുത പറയുന്നത്? ഇതല്ലെങ്കിൽ ഒരു മത തീവ്രവാദികള് ഇത്ര ആളുകളെ കൂട്ടിയിണക്കിക്കൊണ്ട് വരുവാണെന്നുള്ളതല്ല. ഇതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. താങ്കൾ എന്ത് പറഞ്ഞു എന്നതിനപ്പുറം ഇതിന് പിന്നിൽ പോപ്പുലർ ഫ്രണ്ട് ജമാഅത്തെ ഇസ്ലാമിയുമാണ് എന്ന് പറഞ്ഞത് CPM-ന്റെ ജില്ലാ സെക്രട്ടറി ആണല്ലോ. അതിന് പ്രത്യേകിച്ച് തെളിവൊന്നും അദ്ദേഹത്തിന്റെ ഏതെങ്കിലും അന്വേഷണ ഏജൻസികളുടെ കണ്ടെത്തലോ ഒന്നും ചോദിക്കാനുമില്ല. അതാണ് ഞാൻ ചോദിച്ചത്. ഇപ്പോൾ ന്യൂനപക്ഷ സമുദായങ്ങളോട് കാണിച്ചു വന്ന പ്രീണന നയം വേണ്ട എന്ന തീരുമാനത്തിന്റെ ഭാഗമാണോ ഈ നിലപാട് എന്ന്? ഇസ്ലാമോഫോബിയ പോലെയുള്ള വിഷയങ്ങൾ എങ്ങനെയാണ് CPM ഇതുവരെ കൈകാര്യം ചെയ്തിരുന്നത് എന്ന് നമുക്കറിയാമല്ലോ. എന്തായിരുന്നു CPM നേതാക്കളുടെ നിലപാടെന്ന് അറിയാമല്ലോ. അതിൽ നിന്ന് മാറി ഇത്തരം ഒരു സമീപനം എടുക്കുന്നത് രാഷ്ട്രീയ ലൈനിലെ മാറ്റം കൊണ്ടാണോ എന്ന്? അതായത് നമുക്ക് എന്ത് കാര്യങ്ങൾ ചർച്ച ചെയ്യാം, രാഷ്ട്രീയം ചർച്ച ചെയ്യാം, സാമൂഹിക പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാം, മറ്റു രീതിയിലുള്ള നെഗറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും അതൊക്കെ ചർച്ച ചെയ്യാം. പക്ഷെ വർഗീയപരമായ രീതിയിലുള്ള എന്തെങ്കിലും വിഷയങ്ങളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ വളരെ സൂക്ഷിക്കണം നമ്മൾ. കാരണം കേരളം ഇതുവരെ ഒരു വർഗീയ പ്രേരണത്തിനോ അല്ലെങ്കിൽ വർഗീയവാദികൾക്കോ വോട്ടിന് വേണ്ടിയിട്ടുള്ള വിഭജനത്തിനൊന്നും കേരളം അഡിക്റ്റഡ് ആയിട്ടില്ല. കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും മതേതരത്തിൽ വിശ്വസിക്കുന്ന ജനങ്ങളാണ്. അവരെ പരമാവധി എക്സസൈസ് നടത്തിയിട്ട് അവരെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കാതെ വന്നപ്പോൾ ഇപ്പൊ പല നാടകങ്ങളും കേരളത്തിൽ അരങ്ങേറുന്നുണ്ട്. അപ്പോൾ വെറുതെ അതിനെയൊക്കെ ഒരു വർഗീയതയുടെ നിസ്സാരമായ ഒരു വാക്ക് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ അതിനെ നിസ്സാരവൽക്കരിക്കരുത്. ഇതൊരു വളരെ ഗൗരവമുള്ള വിഷയം തന്നെയാണ്. അതല്ല ശ്രീ റെജി ലൂക്കോസ്, ഇന്ന് വി മുരളീധരൻ മാധ്യമങ്ങളെ കാണുമ്പോൾ P മോഹനൻ മാസ്റ്ററെ അഭിനന്ദിച്ചുകൊണ്ടാണ്, അത് വൈകി ഉണ്ടായ തിരിച്ചറിവാണെങ്കിലും അത് നല്ലത് എന്ന് പറഞ്ഞ് സമരസപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തെ ആ നിലയിൽ അതിനെ പരാമർശിച്ചതിൽ അഭിനന്ദിച്ചുകൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അപ്പോൾ ഇതുവരെ RSS നേതാക്കളും BJP നേതാക്കളും ഒക്കെ പറഞ്ഞത് ഒരു CPM നേതാവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. ഈ ചർച്ചയിൽ പോലും ശ്രീ റെജി ലൂക്കോസ് പറഞ്ഞതിനെ അനുകൂലിക്കുന്നു അല്ലെങ്കിൽ അതിനെ അഭിനന്ദിച്ചുകൊണ്ട് ഹിന്ദു ഐക്യവേദിയുടെ ആള് സംസാരിച്ചു തുടങ്ങുന്നു. അപ്പോൾ ഒരേ സ്വരത്തിൽ കാര്യങ്ങൾ വരുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു ചോദ്യം. നിങ്ങൾ അങ്ങനെയല്ല ഇതിനെ കാണുന്നത്, വളരെ പോസിറ്റീവായിട്ട് കാണുമോ? കാരണം ഇതുപോലത്തെ ഒരു സംശയം മോഹൻ മാസ്റ്റർ അഡ്മിൻസ് 2 പേരെ കുറിച്ചും പറഞ്ഞ വാക്കുകളൊക്കെ നമ്മുടെ ദേശത്തിന്റെ സുരക്ഷയായിട്ട് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ ഇതിനകത്ത് നിന്ന് ഡൈവേർട്ട് ചെയ്ത് പോകരുത്. തെറ്റാണ്. എന്നും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങള് കേരളത്തിന്റെ ദേശീയതയ്ക്ക് ഒപ്പം നിന്നുള്ള പ്രസ്ഥാനങ്ങൾ ആത്യന്തികമായിട്ട് നമ്മുടെ രാജ്യമാണ്. അത് കഴിഞ്ഞ് മറ്റെന്തിനെ കുറിച്ചുള്ളൂ. ഇപ്പൊ ഞാൻ പറയാം, ഇവിടെ കേരളത്തിൽ നിങ്ങൾ ഉദ്ദേശിക്കാത്ത രീതിയിൽ ഉദ്ദേശിച്ച രീതിയിലല്ല കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പല സംഘടനകളും ഞാൻ പറഞ്ഞത് ഈ പല ഭക്ത സംഘടനകൾ അത് വ്യവസ്ഥാപിതമായ മാർഗത്തിലുള്ള സംഘടനകളല്ല. അവരൊക്കെ വളരെ ട്രാൻസ്പെറന്റ് ആണ്. അല്ലാത്ത ഒരു പണം മോഹിച്ചിട്ടുള്ള പല ഭക്ത സംഘടനകളും പല മതസംഘടനകളും ചില വ്യക്തികൾ നടത്തുന്നതൊക്കെ സാമ്പത്തികത്തിന്റെ അടിസ്ഥാനപരമായിട്ട് പലതും ഇൻജക്ട് ചെയ്യുന്നുണ്ട്. എത്രയോ വാർത്തകളിടയിൽ വന്നുകൊണ്ടിരിക്കുന്നു. കേരളം എന്ന് പറയുന്ന ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു സംസ്ഥാനത്ത് ഇത്തരം സംശയങ്ങളുണ്ടെങ്കിൽ അത് അന്വേഷിച്ചിട്ട് കണ്ടെത്തേണ്ടത് അവർ തെറ്റുകാരല്ലേ. ശരി, അന്വേഷിച്ച് കണ്ടെത്തട്ടെ. അങ്ങനെയുള്ള അന്വേഷണ ഉത്തരവുകൾ അല്ലെങ്കിൽ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലായിരുന്നു ഈ വിമർശനമെങ്കിൽ ഇങ്ങനെ ഒരു ചോദ്യമോ ഇങ്ങനെ ഈ രീതിയിൽ ഒരു ചർച്ചയോ ഉണ്ടാവുമായിരുന്നില്ല. തുടരുക ശ്രീ റെജി ലൂക്കോസ്. നമുക്കൊരു ഇടവേള അനിവാര്യമാണ്. ഇടവേളയിലേക്ക്. വീണ്ടും ചർച്ചയിലേക്ക്. നമുക്ക് 6 മിനിറ്റ് മാത്രമാണ് അവശേഷിക്കുന്നത്. ശ്രീ ഷൈനു, നേരത്തെ യോഗയുമായി ബന്ധപ്പെട്ട് യോഗയെ മതവുമായി ബന്ധപ്പെടുത്തിയൊക്കെ വലിയ വിവാദങ്ങൾ നമ്മൾ കണ്ടതാണ്. അപ്പോഴൊന്നും പറഞ്ഞ ന്യായങ്ങൾ നിങ്ങൾക്കിപ്പോൾ ഈ വിഷയത്തിൽ തോന്നാത്തത് എന്തുകൊണ്ടാണ്? യോഗ ഇന്ന് ലോകം അംഗീകരിച്ചിരിക്കുന്നു. അന്താരാഷ്ട്ര യോഗാ ദിനം ഇസ്ലാമിക രാജ്യങ്ങളിൽ പോലും സമുചിതമായിട്ട് ആചരിക്കുന്ന ഒരു കാലഘട്ടത്താണ് രാജ്യത്തിന് പുറത്ത് ഇസ്ലാമിക രാഷ്ട്രങ്ങളിലൊക്കെ ഫ്രാഞ്ചൈസി അല്ലെ യൂണിറ്റുകളുണ്ട്. യൂണിറ്റുകൾ ഉണ്ടാവാം, പക്ഷേ ഇതിൻ്റെ പിന്നിൽ ഇസ്ലാമിക സംഘടനകൾ തന്നെ
നേരത്തെ സൂചിപ്പിച്ചല്ലോ AP വിഭാഗം, അതുപോലെ തന്നെ മറ്റ് ഇസ്ലാമിക സംഘടനകളൊക്കെ തന്നെ ഈ സംവിധാനത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? തീർച്ചയായിട്ടും നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള സുഹൃത്ത് മനാഫ് പറഞ്ഞത് ഒരു അന്വേഷണ റിപ്പോർട്ട് ഇല്ല എന്നുള്ളതാണ്. തീർച്ചയായും ഇതിനെ സംബന്ധിച്ച് കേന്ദ്ര ഏജൻസി തന്നെ അന്വേഷിക്കണം. അന്വേഷിച്ച് അതിന് തെറ്റായ വഴിയിലൂടെ പോകുന്നുണ്ടെങ്കിൽ, രാജ്യദ്രോഹപരമായ പ്രവർത്തനം ഇതിൻ്റെ പിന്നിലുണ്ടെങ്കിൽ, ഈ സംവിധാനത്തെ ആരെങ്കിലും ഹൈജാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അന്വേഷണത്തിലൂടെ പുറത്തു വരട്ടെ. ശരി, എന്തായാലും ചില അന്വേഷണം തുടങ്ങിയതായിട്ടുള്ള സൂചനകളുണ്ട്. പക്ഷേ ഔദ്യോഗികമായൊന്നും തന്നെ അറിയാൻ കഴിയുന്നില്ല. വരും ദിവസങ്ങളിൽ ഒരു പക്ഷേ അക്കാര്യങ്ങളിൽ വ്യക്തത വരുമായിരിക്കും. ശ്രീ ഷാക്കിർ, ഇതിൽ 12ഓളം ലീഗ് MLA-മാർ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്, ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന തരത്തിലൊക്കെയുള്ള വാർത്തകൾ വരുന്നു. ഈ സംഘാടകർ തന്നെ അത്തരം സൂചനകൾ നൽകുന്നുണ്ട്. ലീഗിന്റെ ഭാഗത്ത് വലിയൊരു മൗനവുമുണ്ട്. ലീഗിന്റെ തന്നെ മത തീവ്രവാദ സംഘടനകളുമായിട്ടുള്ള ബന്ധം ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഇത് കൃത്യമായ മറുപടി പറയേണ്ടുന്ന വിഷയമായി മാറില്ലേ? അല്ല, ലീഗിന്റെ MLA-മാർ ഇതിൽ പങ്കെടുക്കുന്നതിന് എന്തിനാ ആരെയാ ഭയപ്പെടേണ്ടത്? ഞാൻ പറഞ്ഞില്ല, എളമര കരീമിന്റെ അനിയൻ ഉണ്ട്, പല ആളുകളുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഞങ്ങൾ ഇതിൽ അഭിമാനത്തോടെയാണ് പങ്കെടുക്കുന്നത്. ആളുകൾക്കിടയിൽ തുറന്നു പറയുന്നതിൽ ഒരു മടിയില്ല. ഇതിനെന്താ കുഴപ്പം? അങ്ങനെയാണെങ്കിൽ ഈ വിവാദത്തിൽ ഇതുവരെ എന്തുകൊണ്ടാണ് ഒരു പ്രതികരണം ആ രീതിയിൽ ലീഗിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാത്തത്? എന്ത് പ്രതികരണം? ഞാൻ യൂത്ത് ലീഗിന്റെ ദേശീയ സെക്രട്ടറിയാണ്. എന്ത് പ്രതികരണം നടത്തേണ്ടത്? നാട്ടിലില്ല. P. മോഹനൻ എന്ന് പറയുന്ന ക്രിമിനൽ പശ്ചാത്തലമുള്ള സ്വന്തം സഹപ്രവർത്തകനെ ആദർശം മാറി എന്നുള്ളതിന് പേരിൽ കൊലക്ക് കൊടുത്തത് ആരോപണം നേരിടുന്ന P. മോഹനന്റെ തോന്നിവാസത്തിന് മറുപടി ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പറയണം. എന്തടിസ്ഥാനത്തിലാണ് പറയേണ്ടത്? ഞങ്ങൾ പറഞ്ഞല്ലോ, ഇതില് ഹിന്ദുക്കളുണ്ട്, മുസ്ലിങ്ങളുണ്ട്, പിന്നെ മുസ്ലിം സമുദായത്തിനകത്ത് വിവിധ സംഘടനകളുണ്ട്. ഇപ്പൊ നേരത്തെ ഹിന്ദു ഐക്യവേദിയുടെ സുഹൃത്ത് പറഞ്ഞൊരു സംഗതി AP വിഭാഗം സുന്നികൾ പറഞ്ഞതാ. ഞാൻ ഇന്ന് അല്പസമയം മുമ്പ് രേണുകൾക്ക് ഒരു വീഡിയോ അയച്ചു കൊടുത്തിട്ടുണ്ട്. AP സുന്നിയുടെ കാന്തപുരം മുസ്ലിയാരുടെ മകൻ അബ്ദുൽ ഹക്കീം അസരി അതിന് ആശംസ അറിയിച്ചുകൊണ്ടുള്ള വീഡിയോ ആണ്. മാത്രവുമല്ല, ഈ പേരോട് എന്ന് പറയുന്ന അദ്ദേഹം പരാമർശിച്ചിട്ടുള്ളത് സ്ത്രീകളുടെ പങ്കാളിത്തത്തെയാണ് കൂടുതൽ വിമർശിച്ചിട്ടുള്ളത്. സ്ത്രീകൾ എന്തിനാ ഇങ്ങനെ പൊതുവിൽ ഇറങ്ങി ഇത്തരം പരിപാടികൾക്ക് പോകുന്നതെന്നാണ്. അതിനോട് യോജിക്കാൻ ഈ പിന്നെ റജീർ ഉക്കോസിനോ ഈ CPM-ന്റെ ആളുകൾക്ക് കഴിയുമോ? നേതാവ് കിനാലൂർ പറഞ്ഞത് കേട്ടിട്ടുണ്ടാവുന്നതായിരിക്കും. അല്ല, അതേപോലെ ഒറ്റപ്പെട്ട ആളുകൾ എന്തെങ്കിലും സോഷ്യൽ മീഡിയയിൽ അബദ്ധങ്ങൾ വിളിച്ചു പറയുന്നത് നമ്മൾ കണക്കിലെടുക്കാൻ പറ്റുമോ? ഇത് അന്വേഷണം നടന്നോട്ടെ. അന്വേഷണത്തെ ഒരു തരത്തിലും ആരും ഭയപ്പെടുന്നില്ല. ഇത് അത്ര സുതാര്യമാണ്. ഞാൻ നിങ്ങളെ, രേണുകയെ ഉൾപ്പെടെയുള്ള ഈ ചർച്ചയിൽ എല്ലാവരെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ ഈ സ്ഥലത്തേക്ക് വന്ന് ഇത്തരം സംഗതികൾ മനസ്സിലാക്കി നിങ്ങളുടെ നാടുകളിൽ ഉറപ്പാണ് ഈ സംവിധാനം ആരംഭിക്കും. ഒരു മുടക്കില്ല, പൈസന്റെ ചെലവില്ല. പിന്നെ ആശുപത്രി പോകുന്നത് പരമാവധി കുറക്കാൻ കഴിയുന്ന ഒരു വ്യായാമ മുറ ഒരു റിട്ടയേർഡ് മിലിറ്ററി ഉദ്യോഗസ്ഥൻ കണ്ടുപിടിച്ച് അത് ആളുകൾക്ക് ഗുണകരമായി ചെയ്യുന്നതിനെ നിങ്ങൾ ഈ രീതിയിൽ ദുർവ്യാഖ്യാനം ചെയ്ത് എന്തിനാണ് നശിപ്പിക്കാൻ നിൽക്കുന്നത്? സമൂഹത്തിന് ഗുണകരമായ സംഗതികളെ ഇങ്ങനെ സാമൂഹ്യ വിരുദ്ധ രീതിയിൽ ചിത്രീകരിക്കേണ്ട വല്ല കാര്യമുണ്ടോ? അതിനെന്ത് ഗുണമാണ് നിങ്ങൾക്ക്? ഇപ്പൊ ഇന്ന് ന്യൂസ് 18 ഈ ചർച്ച സംഘടിപ്പിച്ചത് കൊണ്ട് കിട്ടിയ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് മനുഷ്യർക്ക് ഇതിന്റെ തെറ്റിദ്ധാരണ മാറ്റാൻ സഹായകരമായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ന്യൂസ് 18 ഈ ചർച്ചക്കെടുത്തതിനെ ഞാൻ യൂത്ത് ലീഗിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അഭിനന്ദിക്കുകയാണ്. ശരി, നമ്മുടെ സമയം കുറവായതുകൊണ്ട് ഞാൻ ഇടപെടുകയാണ്. ശ്രീ MT മനാഫ്, ഇതിൽ നമുക്കറിയാം, സ്റ്റേജിൽ കയറി ഒരു അവാർഡ് വാങ്ങാൻ വന്ന പെൺകുട്ടികളെ പോലും വിലക്കുന്ന സമുദായ സംഘടനാ നേതാക്കൾ ഉള്ള നാടാണ്. അപ്പോൾ അതിന്റെ ഭാഗമാണോ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ഇറങ്ങി ഈ വ്യായാമ മുറകൾ അഭ്യസിക്കുന്നു, വളരെ സജീവമായി അതിൽ പങ്കാളികളാകുന്നതിന്റെ ഭാഗമാണോ ഈ മതത്തിനുള്ളിൽ നിന്നുയരുന്ന വിമർശനങ്ങളുടെ യഥാർത്ഥ കാരണം എന്തൊക്കെയാണ് എന്നതിലേക്ക് എത്തുമ്പോൾ അതും ഒരു കാരണമാണോ? തീർച്ചയായും അങ്ങനെ ഒരു വശം കൂടി ഇതിന് സംശയിക്കേണ്ടതുണ്ട്. പൊതുവെ ഈ പൗരോഹിത്യം സ്ത്രീകൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിലക്കുന്ന ഒരു സാമൂഹ്യ പശ്ചാത്തലത്തിൽ ഇപ്പോ കഴിഞ്ഞ ദിവസം 19-കാരിയായ ഒരു പെൺകുട്ടി 7 മണിക്കൂർ വിമാനം പറത്തിയതൊക്കെ നമ്മൾ ആഘോഷിച്ചു. ഇങ്ങനെയുള്ള സമൂഹങ്ങളിൽ തന്നെയാണ് ഞങ്ങളുടെ കുട്ടികൾ രംഗത്ത് വരുന്നത്. അപ്പൊ സ്ത്രീകൾ പൊതുവെ രംഗത്തിറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒരു തടയൽ ഇതിന്റെ പിറകിലുണ്ടോ എന്ന് സംശയിക്കാം. രണ്ടാമത്തെ ഒരു കാര്യം, നമ്മുടെ രാജ്യത്ത് ഇത്തരം വിഷയങ്ങളൊക്കെ വർഗീയമായി ചിത്രീകരിച്ച് എങ്ങനെ വോട്ടാക്കി മാറ്റാം എന്ന് പരിശ്രമിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ലാൻഡ് ജിഹാദ് നമ്മൾ കണ്ടു, ലവ് ജിഹാദ് കണ്ടു, ക്ലിനിക്കൽ ജിഹാദ് കണ്ടു. ഏതുവരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ KEN കുഞ്ഞഹമ്മദും മമ്മൂട്ടിയും കമലും മന്ത്രി റിയാസും അബ്ദുറഹ്മാനും വരെ സുഡാപ്പികളായി ചിത്രീകരിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ ഈ ഇത്തരത്തിലുള്ള ഈ വിഷയങ്ങളെ രാഷ്ട്രീയ അജണ്ടയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു എന്നാണ് ഇപ്പോൾ പ്രത്യക്ഷമായി നമുക്ക് മനസ്സിലാകുന്നത്. നമ്മൾ കണ്ടിടത്തോളം മനസ്സിലാക്കിയിടത്തോളം മറ്റൊരു പ്രശ്നവും ഈ മെക്സവനുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല.
ചർച്ചകളെയും അതേപോലെ തന്നെ പൊതുവെയുള്ള വാർത്തകളെയൊക്കെ നിരീക്ഷിക്കുമ്പോൾ അവൻ മനസ്സിലാക്കുന്നത് പിന്നീട് ഒറ്റപ്പെട്ട ഏതെങ്കിലുമൊക്കെ പ്രഭാഷകരോ പണ്ഡിതന്മാരോ യുവജന സംഘടനാ നേതാക്കളോ പറഞ്ഞ അടിസ്ഥാനത്തിൽ അത് മൊത്തം മുസ്ലിം സമുദായത്തിന്റെ അഭിപ്രായമായി ഒരിക്കലും ആരും ജനറലൈസ് ചെയ്യരുത് എന്ന് കൂടി ചേർത്ത് പറയാൻ ആഗ്രഹിക്കാം. ശരി, എന്തായാലും വ്യായാമം എപ്പോഴും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ്. അതിനപ്പുറം അതിൻ്റെ മറവിൽ ഏതെങ്കിലും തെറ്റായ പ്രവണതകൾ ഇതിൻ്റെ പിന്നിലുണ്ട് എങ്കിൽ, അങ്ങനെയുള്ള ആർക്കെങ്കിലുമൊക്കെ പങ്കാളിത്തമുണ്ട് എങ്കിൽ അത് അന്വേഷണത്തിലൂടെ കണ്ടെത്തേണ്ടതാണ്. അതിനുള്ള ഉത്തരവാദിത്വം ബന്ധപ്പെട്ടവർ, അധികാരികൾ നടത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഒരു വിവാദം ഉയർന്ന സ്ഥിതിക്ക് അതിൽ ആഴത്തിലുള്ള പരിശോധന ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും. ഇടവേളയ്ക്ക് ശേഷം അടുത്ത വാർത്താ ബുള്ളറ്റിൻ.